So once again, welcome back to the session, everyone. So our revision classes we complete and I hope you have also gone through the mock exams as well. So we have specimen exam 2022 September specimen exam. So എല്ലാരും exam attend ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും exam attend ചെയ്തിട്ട് മാത്രം session attend ചെയ്യുക. So നമ്മൾ advanced audit and assurance international version specimen exam attend ചെയ്യാൻ പോകുന്നത് of September 2022. So as we know, നമുക്കറിയാം നമ്മുടെ പാറ്റേണിന്റെ അകത്ത് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. Well, we have actually got a 50 mark question and 225 mark question. 50 mark question at the 40 marks ആയിരുന്നു നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളത്. Another 10 mark is professional mark. And again, when it comes to the area of 25 marks, 25 marks in the question അകത്ത് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് 20 marks descriptive ബാക്കി 5 marks professional ആണ് in each of the questions. So in total 25 marks in the രണ്ട് question അകത്ത് 10 marks ആണ് professional mark ആയിട്ട് വരുന്നത്. So അപ്പോൾ നമ്മുടെ 50 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു ആദ്യം ചോദിച്ചിരുന്നത്. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ഔട്ട് ദ സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്ക്. സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടായിരുന്നു നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സിനാരിയോ. നമുക്കപ്പോൾ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ 50 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ അകത്ത് നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നോക്കി. ഇറ്റ് ഈസ് 1st July 2015. You are the audit manager in the audit department of Pegasus and Company, a firm of chartered certified accountants. You are assigned to the audit of Corex Group, which has a financial year ending 30th September 2015 and is a listed entity. Pegasus and Company was appointed as the auditor in group in Jan 2015. The group operates in travel industry, offering a selection of worldwide itineraries and has a fleet of 20 cruise ships. The group operates 3 brands which provide different types of cruise experiences. The following exhibit available on the left-hand side of the screen provide the information relevant to the question. They have provided us with a partner's email, background information, selected financial information, then audit team meeting notes. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. Is there anything specific to be noted from here? എന്തെങ്കിലും ഉണ്ടോ സ്പെസിഫിക് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യാൻ? Anything? New client. ഇയർ എൻഡ് അവർ തന്നിട്ടുണ്ട്. ഇയർ എൻഡ് എന്നാ 30th September 2015 ആണ്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ന്യൂ ക്ലയന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മുടെ അടുത്ത് പറഞ്ഞു Jan 2015 അവർ എന്ത് ചെയ്തേക്കുന്നത്, ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റഡ് അയക്കുന്നത്. ഇയർ എൻഡ് 30th September 2015 ആണ്. സോ ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ അപ്പോയിന്റഡ് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ പീരീഡ്. സോ ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ബാക്കി സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യം നോക്കാം. അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, പാർട്ട്ണറിന്റെ ഇമെയിലിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് പ്രൊഫഷണൽ മാർക്സ് വിത്ത് ദാറ്റ്. സോ ദ പ്രൊഫഷണൽ മാർക്സ് വിൽ ബി പ്യൂർലി ബി ബേസ്ഡ് ഓൺ കമ്മ്യൂണിക്കേഷൻ, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് കൊമേഴ്ഷ്യൽ അക്യുമെന്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അറിയാം, വി ഹാവ് ടു പ്രൊവൈഡ് ദ ആൻസർ ഇൻ ദ ഫോം ഓഫ് ബ്രീഫിംഗ് നോട്ട്. ദെൻ വെൻ ഇറ്റ് കംസ് ടു ദ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ, കമ്മ്യൂണിക്കേഷനകത്ത് വേറെ ഫർദർ മാർക്സ് കിട്ടുന്ന ഫോർ ദ ഹെഡിങ്സ്. അതേപോലെ തന്നെ നമ്മളോട് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, we have to calculate the materiality on whatever basis may be mentioned in the question. And once the materiality are being calculated, we are required to provide a proper explanation on the judgments on the basis of which you have calculated the materiality. Then you have to focus on analysis and evaluation part, whereby you have to interpret every standards as well as whatever be the requirements in accordance with the scenario. Professional skepticism and judgment എന്ന് പറയുന്ന സിഗ്നിഫിക്കന്റ് റിസ്കുകൾ നമ്മളോട് ബിസിനസ് റിസ്ക് അല്ലെങ്കിൽ ഓഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നിഫിക്കന്റ് റിസ്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അസസ് ചെയ്ത് അതിനെ ഓർഡറിലാക്കുന്നതിനാണ്. കൊമേഴ്ഷ്യൽ അക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഓരോ സിനാരിയോനെയും ഫർദർ ഇന്റർപ്രിറ്റ് ചെയ്ത് അവിടെയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് കൊടുക്കണം, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് എത്തിക്കൽ ത്രെഡ്സ്, അത് കൺസിഡർ ചെയ്യുന്നതിനായിരിക്കും കൊമേഴ്ഷ്യൽ അക്യുമെന്റ് നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. ഇത്രയാണ് നമ്മുടെ പ്രൊഫഷണൽ മാർക്സ് വരുന്നത്. വെൽ, വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് പ്രോപ്പർലി ഡ്യൂറിംഗ് അവർ റിവിഷൻ ക്ലാസ്. ഇനി നമുക്ക് തന്നേക്കുന്ന ഇമെയിൽ നോക്കാം. I have provided you with some information which you should use to help you find with the planning audit of our new client, Corex Group, the financial year ending 30th September 2015. Based on the analysis I have done on this industry, it is appropriate for overall materiality to be based on profitability of the group, as this is a key focus for investors and providers of the finance. And again, they have given us some other requirements, and they have asked us to prepare a briefing note using this set of information. They have asked us to use the information from all the exhibit
and they have asked us to evaluate and prioritize the significant risks to be considered in planning the group audit. Also, they have specifically mentioned that it is not required to mention any of the foreign exchange transactions and balances related risk. Okay. Then they have asked us to design the principal audit procedures that we have to perform on the segmental information relating to the group revenue. And finally, they have asked us to accept the engagement. They have asked us to consider the matters that we need to consider before accepting engagement to provide advice on social and environmental information. So, അപ്പൊ ഇത്രയും requirements ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ പറ, മെറ്റീരിയാലിറ്റി നമ്മളോട് ഇവിടെ എന്തിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? മെറ്റീരിയാലിറ്റി എന്തിന്റെ ബേസിസിലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിലാണ് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. സോ അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസ് തന്നെയായിരിക്കണം. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബ്രീഫിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. സോ they have given us to, from and subject. ബ്രീഫിംഗ് നോട്ടിന് ആൻസർ ചെയ്യുമ്പോൾ എന്താ മാറ്റം വരാൻ പോകുന്നത്? ടൂവും ഫ്രം അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. അതായത് ഫ്രം ഓഡിറ്റ് മാനേജർ ആവും, ടു എന്താവും? നോമ സ്റ്റാർ ആവും. സബ്ജക്ട് വിൽ ബി സെയിം. ഡേറ്റ് നിങ്ങൾ എന്താണോ റെസ്പോണ്ട് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് ഇടുക. അതായത് ഇന്നത്തെ ഡേറ്റ് ആണ്, ഇന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് 1st July 2015 തന്നെ എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ പറയണം ബ്രീഫിംഗ് നോട്ട് എന്നുള്ള ഹെഡിങ് കൊടുത്തു ഇൻട്രൊഡക്ഷൻ എഴുതാണ്. ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് എന്തായിരുന്നു പറയേണ്ടത്? എന്ന് പറയാ, ഈ ബ്രീഫിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഈ നോമ സ്റ്റാർ കമ്പനിയുടെ നമ്മുടെ ക്രക്സ് ഗ്രൂപ്പിന്റെ ഓഡിറ്റ് പ്ലാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ആൻഡ് ഇത് നമ്മൾ മെയിൻലി ഈ ഒരു പർട്ടിക്കുലർ ബ്രീഫിംഗ് നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയാ? സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്കുകളുണ്ട്, ദെൻ സെഗ്മെന്റൽ ഇൻഫർമേഷൻ ഉണ്ട്, അതേ സെഗ്മെന്റൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ എടുക്കേണ്ടതെന്നുള്ളത് ഉണ്ടെന്ന് പറയാം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? യു ക്യാൻ ഗിവ് ആൻസർ വിത്ത് റിഗാർഡിംഗ് ദ മെറ്റീരിയാലിറ്റി. അപ്പോൾ ഇവിടുത്തെ സിനാരിയോനെ ബേസ് ചെയ്ത് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക, മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്ക് ഏതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്ലയന്റിനെ സംബന്ധിച്ച് മെറ്റീരിയാലിറ്റി നിങ്ങളുടെ പ്രോഫിറ്റിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ മെറ്റീരിയാലിറ്റി പ്രോഫിറ്റിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ആസ്ക് യു ഗൈസ്, പ്രോഫിറ്റിന്റെ എത്രയൊക്കെയാണ് ബെഞ്ച് മാർക്സ്? 5 to 10. ഓക്കെ, പ്രോഫിറ്റബിലിറ്റിയുടെ 5 to 10% ആണ് മെറ്റീരിയാലിറ്റി റേഞ്ച് വരിക. ഔട്ട് ഓഫ് വിച്ച് 5% ആണ് ചൂസ് ചെയ്യേണ്ടത്, 10% ആണ് ചൂസ് ചെയ്യേണ്ടത്? ഇവിടെ 5% ആണ്. റീസൺ എന്താ? ന്യൂ ക്ലയന്റ് ആണ്. നമ്മൾ റിവിഷൻ ക്ലാസ്സിന് സമയത്ത് ഡിസ്കസ് ചെയ്താണ്. ആരെങ്കിലും അത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡേ 1 അറ്റൻഡ് ചെയ്യണം. നമ്മളവിടെ പറഞ്ഞിരുന്നു വെൻ ഇറ്റ് കംസ് ടു എ ന്യൂ ക്ലയന്റ്, ഒരു ന്യൂ ക്ലയന്റ് ആകുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ? എന്തൊക്കെയായിരുന്നു ഒരു പർട്ടിക്കുലർ ക്ലയന്റിന്റെ മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഏതിന്റെ ബേസ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യണം എന്ന് നോക്കാൻ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ്? ന്യൂ ക്ലയന്റ് ആണോ, ന്യൂലി ലിസ്റ്റഡ് ആണോ, പിന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ടോ, ഇന്റർണൽ കൺട്രോൾ എഫിഷ്യൻസി ഉണ്ടോ, പിന്നെ മാനേജ്മെന്റ് ബയസിനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇതിനുള്ള ഏതിനും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് ആയിരിക്കോ ലോവർ ലിമിറ്റ് ആയിരിക്കോ? ലോവർ ലിമിറ്റ്. അല്ലാന്നുണ്ടെങ്കിലോ അപ്പർ ലിമിറ്റ്. മിക്സ് വന്നു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ. നമ്മൾ പറഞ്ഞു ന്യൂലി ലിസ്റ്റഡോ ന്യൂ ക്ലയന്റ് ആണോ എപ്പോഴും എന്ത് വേണം എടുക്കാൻ? ലോവർ ലിമിറ്റ് വേണം എടുക്കാൻ. So here you will be selecting the lower limit for materiality. Sir, ഈ റിസ്ക് നോക്കിയിട്ട് റിസ്ക് ഓഫ് മെറ്റീരിയാലിറ്റി നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? സോറി, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് നമുക്ക് ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പൊ ഒരുപാട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ അകത്ത് മിസ്റ്റേക്സ് ഉള്ള പോസിബിലിറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവര്. അങ്ങനെയാണെങ്കിൽ ലോവർ ലിമിറ്റ് കൊണ്ടുവന്ന് വെക്കണ്ട. നമ്മളന്ന് പറഞ്ഞിരുന്നല്ലോ, അതായത് ന്യൂ ക്ലയന്റോ ന്യൂലി ലിസ്റ്റഡോ അല്ലാന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ന്യൂ ക്ലയന്റോ ന്യൂലി ലിസ്റ്റഡോ ആണെങ്കിൽ മാത്രം ഏറ്റവും ലോവർ ലിമിറ്റിലേക്ക് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള റേഞ്ച് നോക്കിയാൽ മതി. ഓക്കെ. സോ അപ്പൊ നിങ്ങൾക്ക് ആ മെറ്റീരിയാലിറ്റിനെ കുറിച്ച് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾ പറയാം മെറ്റീരിയാലിറ്റി പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഹാവ് ബീൻ ടേക്കൺ ബിറ്റ്വീൻ ദ 5 to 10%. ഇവിടെ 5% ആണ് മെറ്റീരിയാലിറ്റി ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയാം. കാരണം എന്താ? ന്യൂ ക്ലയന്റ് ആണ്. അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് മെറ്റീരിയാലിറ്റി ലോവർ ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് പറയാം. എന്നിട്ട് പറയാം പ്ലാനിംഗ് സ്റ്റേജ് സെറ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയാലിറ്റി ആണിത്. ത്രൂ ഔട്ട് ഓഡിറ്റ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവും. ഇഫ് നെസസറി നിങ്ങൾ ആ മെറ്റീരിയാലിറ്റി ലെവൽസ് റിവൈസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യം പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയണം. ഫോറിൻ കറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്കുകൾ പറയേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. പറഞ്ഞ മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം എന്താ? അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് that you are not required to consider any risk in relation to the foreign transactions and balances. അപ്പൊ നിങ്ങൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിലാണ് മെറ്റീരിയാലിറ്റി എടുത്തേക്കുന്നത്. അപ്പർ ലിമിറ്റ് വേണോ ലോവർ ലിമിറ്റ് വേണോ എന്നുള്ള കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? സിഗ്നിഫിക്കന്റ് റിസ്കുകളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ സിഗ്നിഫിക്കന്റ് റിസ്കുകൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സിനാരിയോ ഫുള്ള് വായിച്ച് നോക്കാം. ഈ സിനാരിയോക്കകത്ത് എന്തൊക്കെ റിസ്കിനുള്ള പോസിബിലിറ്റി ആണ് ഉള്ളതെന്നുള്ളതിനെ കുറിച്ച് ക്ലിയർലി മനസ്സിലാക്കുക. അതും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം? യു ഹാവ് ടു ടേക്ക് ദ ലിസ്റ്റ് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് ഹിയർ, ഔട്ട് ഓഫ് വിച്ച് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസ്കുകൾ ആദ്യമേ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതുക. അവിടെ നമ്മൾ ഒരു റിസ്ക് സിഗ്നിഫിക്കന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് ബെഞ്ച് മാർക്സ് നോക്കാമെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? റിസ്ക് ഓഫ് ഫ്രോഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ എന്തായിരുന്നു? റീസൺ ഇക്കണോമിക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അതർ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും റിലേറ്റ് ചെയ്തുള്ള റിസ്ക് ആണോ നോക്കാം. സബ്ജക്റ്റീവ് ഏരിയ ആണോ നമുക്ക് നോക്കാം. അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൺസിഡർ ചെയ്യാം. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്യാം. കോംപ്ലിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയോ? ഓർമ്മയുണ്ടോ മക്കളെ? ഓക്കെ. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഫ്രോഡോ, ഇക്കണോമിക് അക്കൗണ്ടിംഗ്, അതർ ഡെവലപ്മെന്റ്സോ, സബ്ജക്റ്റീവ് ഏരിയാസോ, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസോ, സിഗ്നിഫിക്കന്റ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസോ, കോംപ്ലക്സ് ഏരിയാസോ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ? യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് എ സിഗ്നിഫിക്കന്റ് റിസ്ക്. ഓക്കെ. ഇനി നമുക്കപ്പം സിനാരിയോ വായിക്കാം. അവിടുന്ന് ഓരോ റിസ്കുകൾ പിക്ക് ചെയ്യാം. നമ്മളോട് പറഞ്ഞേക്കാണ് the group operates cruises under 3 brand which offers passengers a variety of cruise itineraries with a wide range of destinations. Cruises typically last for 2 weeks, though some last for 6 weeks. The brand are internally generated, therefore are not recognized as an intangible asset. Then, information about 3 brands operated by the group are as follows. Sunseeker Cruises. Cruises which will visit beach destination in the Caribbean, Europe and North America. Explorer Cruises. Cruises which focuses on visiting sites and landmark around the world. Pioneer Cruises. Cruises which focus on cruises that take areas in natural beauty including Atlantic and Alaska. Business developments in the year. The first one with regarding the Sunseeker Cruises. In the financial year, the group will spend 75 million on upgrading and maintenance of the Sunseeker cruise ships. Luxury ship has to adhere to a very standard, so group regularly increase high expenditure on their maintenance. As well as the refurbishment, several ship has been enhanced by installation of entertainment facilities including cinemas and gym. Equipment in the gym will need to be replaced average every 3 years. Parayam. Any specific risk till the scenario എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ? ന്യൂ ക്ലയന്റ് ന്യൂ ക്ലയന്റ് അവിടെ എന്ത് റിസ്ക് ആണ് നമ്മൾ പറയാറ്? ഒരു പർട്ടിക്കുലർ കമ്പനി ന്യൂ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് റിസ്ക് ആണ് നമ്മൾ പറയാറ്? adequate knowledge about them. നമ്മൾ രണ്ട് റിസ്ക് ആണ് മെയിൻലി പറയാറ്. നമ്പർ 1, we always used to mention that since it's a new client, auditor എന്ത് ഉണ്ടാവില്ല? Auditor will not be having knowledge with regarding clients accounting policies, transactions and balances. അപ്പോൾ അവിടെ എന്ത് റിസ്ക് ആയിരിക്കും വരിക? ഡിറ്റക്ഷൻ റിസ്ക് വരും. പിന്നെ other than that വേറെ എന്തായിരുന്നു പ്രോബ്ലം? balance statement. Since it's a new client for the audit firm, we will not be familiar with the prior year closing balance. Auditor perform ചെയ്ത പ്രൊസീജിയേഴ്സ് വഴി എന്താണ് കൺക്ലൂഡ് ചെയ്ത പ്രീവിയസ് ഇയർ ബാലൻസ് അത് തന്നെയാണോ കറന്റ് ഇയറിൽ ഓപ്പണിംഗ് ആയിട്ട് അവർ എടുത്തേക്കുന്നത് കൺഫേം ചെയ്യാൻ പറ്റില്ല. So there can be chances of having mistakes in the opening balances. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിന് മേലെ എന്ത് മിസ്റ്റേക്ക് ആണ് വന്നതെന്നും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഫൈൻ, പെർഫെക്റ്റ്. പിന്നെ വാട്ട് എൽസ് ഈസ് ദ റിസ്ക് ഹിയർ? മെയിൻ്റനൻസ് കോസ്റ്റും ഈ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് അത് രണ്ട് ഓവറോളിംഗ് റിസ്ക് വരും. സോറി, ഏത് റിസ്ക് ആയിരുന്നു? ഓവറോളിംഗ് മെയിൻ്റനൻസ് കോസ്റ്റ് IAS 16 അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ എന്റർടൈൻമെന്റ് ഇൻസ്റ്റാളേഷന്റെ ഒരു ക്യാപിറ്റലൈസും ചെയ്യണം. അപ്പൊ അത് രണ്ടും ചെയ്യാതെ ഉള്ള ഓക്കെ, ഫൈൻ. സോ ഓവർഹൗളിംഗ് റിസ്ക്, എന്റർടൈൻമെന്റിന്റെ അതിന്റെ സ്പ്ലിറ്റ് ഇതെല്ലാം പറഞ്ഞു. സമ്മറി ആയിട്ടൊന്ന് ക്വിക്ലി പറയാം എന്തൊക്കെയായിരുന്നു. മെയിൻലി രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? ഇവിടെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണോ? വേണം. മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? 75 million മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. സോ 75 million മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് ആദ്യമേ പറയാം. അതിനുശേഷം ഈ 75 million അവർ അപ്ഗ്രേഡിംഗ് ആൻഡ് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
ആൻഡ് അപ്ഗ്രേഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്ന 75 million അപ്രോപ്രിയേറ്റ് ആണോ എന്ന് വേണം നിങ്ങൾ പറയാനായിട്ട്. നിങ്ങൾ പറയും ആ 75 million ആക്ച്വലി അപ്രോപ്രിയേറ്റ് ആണോ? അവർ പറഞ്ഞേക്കുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തേക്കുന്നത്? അപ്ഗ്രേഡിംഗ് ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഏതാ സ്റ്റാൻഡേർഡ്? IA16 അല്ലേ? IA16 പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെന്റ് ആണ്. ആസ് പെർ IA16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ഏറ്റവും ബേസിക് ട്രീറ്റ്മെന്റ് ആണ് അല്ലേ? അപ്ഗ്രേഡിംഗ് ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റലൈസ് ചെയ്യണം. ഏതാ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? അപ്ഗ്രേഡിംഗിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്ന എമൗണ്ട് ഇഫ് ഇറ്റ് മീറ്റ്സ് എ ക്രൈറ്റീരിയ ഫോർ IA16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്. അതായത് നമുക്കറിയാം അപ്ഗ്രേഡിംഗിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം? മേജർ ഓവർഹോളിംഗ് എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിലോ എക്സിസ്റ്റിംഗ് അസറ്റ്സിന്റെ യൂസ്ഫുൾ ലൈഫ് ഇൻക്രീസ് ചെയ്യുന്ന എക്സ്പെൻസസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എൻ capitalization expenditure. On the other hand, any amount that are being spent for maintenance അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? There can be chances that company total upgrading and maintenance വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്ന എമൗണ്ട് എന്തിട്ടുണ്ടാവും? ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താവും? ഓവർസ്റ്റേറ്റഡ് ആവും. റിലേറ്റഡ് അസറ്റ്സ് എന്തായിരിക്കും? റിലേറ്റഡ് എക്സ്പെൻസസ് എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, പെർഫെക്റ്റ്. വേറെ എന്തെങ്കിലും റിലേറ്റഡ് റിസ്ക് ഉണ്ടോ ഇവിടെ? സർ, ഇത് ജിം എക്യുപ്മെന്റ്സ് 3 years സ്പെസിഫിക്കലി ഡിപ്രിഷിയേറ്റ് ചെയ്യണം. അല്ലാതെ മറ്റേ ക്യാപിറ്റലൈസ് ചെയ്ത കോസ്റ്റിന്റെ കൂടെ ഡിപ്രിഷിയേറ്റ് ചെയ്താൽ അസറ്റ് ഓവർസ്റ്റേറ്റഡ് ആവും. ആ റിസ്കും കൂടി പറഞ്ഞു. ഓക്കെ, അവിടെ ഒരു റിസ്ക് ഉണ്ട്. ജിം എക്യുപ്മെന്റ്സിന്റെ മാത്രമാണോ അത്? അതെ അല്ലെ? ജിം എക്യുപ്മെന്റ്സിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ ചോദിച്ചത് ജിം എക്യുപ്മെന്റിന്റെ മാത്രം അങ്ങനെ ചെയ്താൽ മതിയോ? മാത്രം 3 years ബാക്കിയുള്ള എന്റർടൈൻമെന്റിന്റെ അതിന്റെ യൂസ്ഫുൾ ലൈഫിനനുസരിച്ചിട്ട്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള അസറ്റ് അപ്പോ അവര് ആവറേജ് ആയി ചൂസ് ചെയ്തേക്കുന്നത്. അന്നേരത്തേക്ക് രണ്ടും ഡിഫറൻസ് വരുമായിരിക്കും. ഇത് എന്ത് അസറ്റാ ശരിക്കും? നോൺ കറന്റ് അസറ്റ് ആണ്. നോൺ കറന്റ് അസറ്റിന്റെ തന്നെ കോമ്പോണന്റ്. ഇറ്റ്സ് എ കോംപ്ലക്സ് അസറ്റ്, ശരിയല്ലേ? നമ്മള് പണ്ട് എക്സാമ്പിൾ ആയിട്ട് പണ്ട് തൊട്ടേ കോംപ്ലക്സ് അല്ലെങ്കിൽ കോമ്പോണന്റ് അസറ്റ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഷിപ്പായിരുന്നു അല്ലെ? പണ്ടോട്ട് നമ്മൾ പറയില്ല ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു. ആ സെയിം കേസ് തന്നെയല്ലേ ഇത്? അവർ പറഞ്ഞെന്താ? ദേ ഹാവ് ഗോട്ട് എ ബിഗ് ഷിപ്പ്. ആ ഷിപ്പിലാണ് അവർ അപ്ഗ്രേഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് വേണ്ടി 75 million സ്പെൻഡ് ചെയ്ത് അവർ റീഫോർബിഷ്മെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർ പുതിയ എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ് ആയ സിനിമാസും ജിമ്മും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞു. ജിമ്മിന്റെ യൂസ്ഫുൾ ലൈഫ് സ്പെസിഫിക്കലി അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് എ കോമ്പോണന്റ് അസറ്റ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് അസറ്റ് ആണെങ്കിൽ അതിന്റെ ഓരോ കോമ്പോണൻസും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിപ്രിഷിയേറ്റ് ചെയ്യണം. എങ്ങനെ ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്? യൂസ്ഫുൾ ലൈഫിനനുസരിച്ച്, വിച്ച് മീൻസ് ഇൻഡിവിജ്വൽ യൂസ്ഫുൾ ലൈഫിനനുസരിച്ച് എന്തായിരിക്കണം? അതിനെ ഓരോന്നിനെയും ഓരോ കോമ്പോണൻസിനെയും സെപ്പറേറ്റ്ലി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടാവണം. ഇവിടെ എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക? ആ ടോട്ടൽ എമൗണ്ട് ആസ് എ ഹോൾ ആയിരിക്കും ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷൻ എന്താവാം? ഓരോ പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ഡിപ്രിസിയേഷൻ എന്തായിരിക്കും? ഈതർ അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിലോ ചിലത് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയോ? Is that clear? Yes, sir. Okay. The Explorer cruise ship while still luxurious, are the oldest ship in the fleet. The group is gradually replacing this with new ships. During the financial year, 2 new ships with a total cost of 110 million will come into use. The ship will took 3 years to build and were constructed by Vela Shippers Company, a company which is not owned by group. However, the chairman of the group, Max Darko, is also chairman of Vela Shippers Company, and his son is company's chief executive officer. Purchase of the ship was financed through a 110 million loan with a fixed interest rate of 6% per annum. A further 3 ships are currently under construction by Vela Shippers Company. The group has taken out a loan of 180 million with a 6.5% fixed interest rate to finance the capital expenditure. പറയാം എന്തൊക്കെയാ നമുക്ക് ഇവിടെ പറയാൻ പറ്റുക? What all are the risks associated here? Related party transaction. എവിടെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉള്ള? അവരുടെ ബോർഡിലുള്ള സെയിം പേഴ്സൺ ആണെന്ന് നിങ്ങളോട് പറഞ്ഞോ?
ഇല്ല. But still, is that a related party transaction? Yes. ആണോ? Not ആണ്. നമുക്ക് എന്താ അവിടെ പറയാൻ പറ്റുക? chairman. എന്തായിരിക്കും അവിടെ പറയാൻ പറ്റുക? നമ്മളോട് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? നമ്മളോട് അവിടെ പറഞ്ഞേക്കുന്ന വേല ഷിപ്മെന്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയാണ് നമുക്ക് എന്ത് ചെയ്തു തരുന്നതെന്ന് പറഞ്ഞു. നമുക്ക് ആ ഒരു പുതിയ ഷിപ്പ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഷിപ്പ് ഉണ്ടാക്കി തരുന്നു. ആ വേല ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയിലെ ചെയർമാൻ, നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ മാക്സ് ഡെർക്കോ, അവര് തന്നെയാണ് എന്ത് വേല ഷിപ്പേഴ്സ് കമ്പനിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ പുള്ളിയുടെ സൺ ആണ് അവിടുത്തെ CEO. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ട്രാൻസാക്ഷൻ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഇറ്റ്സ് എ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഏതാ സ്റ്റാൻഡേർഡ്? IAS 24. IAS 24 ആണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. So whenever there is a possibility for related party transaction, how do we need to treat that transaction? Adequate Disclosure. Okay, അതും മെറ്റീരിയാലിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ പറയാം. Is that a material amount? It is material by nature. Related party transaction is material on the basis of the nature of the transaction. Transaction nature and the basis of the material ആണ്. So നമ്മൾ ആ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ കൺസിഡർ ചെയ്യണം. ഇനി നിങ്ങൾ പറ, as per IAS 24 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? adequate amount of disclosure കൊടുക്കണം. Adequate amount of disclosures കൊടുത്തിട്ടുണ്ടാവണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വിത്ത് റിഗാർഡിംഗ് ദ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് ആണ് കൊടുക്കണം നമ്മൾ സ്റ്റാൻഡേർഡ്സിൽ പഠിച്ചത്? nature of relationship, the nature of related party transactions, പിന്നെ Value of transaction. nature of related party relationship, transactions with related parties, പിന്നെ Outstanding Value of the outstanding transaction. balances that are necessary for the related party bad and doubtful debts. ഇത്രയും ഡിസ്ക്ലോസ് Or amount. അവിടെ ഉണ്ടാവാൻ ചാൻസ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? inadequate disclosure. There can be chances that they might have provided inadequate disclosures in relation to the related party transactions. Inadequate disclosures ആയിരിക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? There can be chances that നമ്മുടെ റവന്യൂ എന്തായിരിക്കും, റവന്യൂ അല്ല, നമ്മുടെ ഡിസ്ക്ലോഷേഴ്സ് എന്തായിരിക്കും? Misstated. മെറ്റീരിയലി മിസ്സ്റ്റേറ്റഡ് ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്താ റിസ്ക്? Sir, financial statement extracts ships in use in the value 31 million increase ആയിട്ടുള്ളൂ കമ്പയറിംഗ് പ്രയർ ഇയർ. പക്ഷേ ഈ വർഷം 110 മില്യന്റെ പോസ്റ്റുള്ള ഷിപ്സ് യൂസിൽ വന്നിട്ടുണ്ട്. അത് അതിൽ റിഫ്ലക്ട് ആയിട്ടില്ല. ഒന്നുകൂടെ പറയൂ, വോയിസ് ക്ലിയർ ആയില്ല. സർ, നമുക്ക് തന്ന എക്സ്ട്രാക്ട്സിൽ ഈ വർഷത്തേക്ക് ഇൻക്രീസ് ആയ ഷിപ്സ് ഇൻ യൂസിന്റെ വാല്യൂ 31 മില്യൺ മാത്രമാണ്. എങ്കിൽ ഈ വർഷം 110 മില്യന്റെ കോസ്റ്റുള്ള ഷിപ്സ് യൂസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൺസിസ്റ്റന്റ് അല്ല. അപ്പൊ അത് അണ്ടർസ്റ്റേറ്റ് ആയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അവിടെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അതും കൂടെ വെച്ച് ക്രോസ് ഒക്കെ ആണ് കേട്ടോ കറന്റ് ഇയർ വന്നേക്കുന്ന ഇൻക്രീസ്. ഡിപ്രീസിയേഷൻ വേറെ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, വാല്യൂ തന്നിട്ടില്ല. ഫൈൻ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്താണ് റിസ്ക് ഉള്ളത് അത് വെച്ച് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എന്താ സ്പെസിഫിക് റിസ്ക് ഇവിടെ ഉള്ളത്? ബോറോയിങ് കോസ്റ്റ്. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു 110 മില്യൺ ആണ് അവർ എന്ത് ചെയ്തേക്കുന്നത്, ലോൺ എടുത്തേക്കുന്നത്. 110 മില്യന്റെ ലോൺ അവർ എടുത്തിട്ടുണ്ട്. ആ ലോണിന്റെ ഇൻട്രസ്റ്റ് പെർസെന്റേജ് എത്രയാന്ന് പറഞ്ഞു? 6% ആണ്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ഫർദർ 3 ഷിപ്സ് കൺസ്ട്രക്ഷൻ പ്രോഗ്രസ്സിലാണെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവർ 180 മില്യന്റെ ലോൺ എടുത്തിട്ടുണ്ട്. അത് അവരെങ്ങനെയാ ചെയ്തേക്കുന്നത്? 6.5% ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ്. സോ നിങ്ങൾ പറ, ആസ് പെർ IAS 23 ബോറോയിങ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാ ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇവരെ സംബന്ധിച്ച് ഈ ഷിപ്പ് എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യാ? ഇവരെ സംബന്ധിച്ച് ഈ ഷിപ്പ് ഇവരെന്ത് ചെയ്യാ? ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലെ? അതായത് മറ്റൊരു കമ്പനീനെ വെച്ച് ഉണ്ടാക്കിച്ചെടുക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ഇതൊരു ക്വാളിഫയിങ് അസറ്റ് ആണോ? കാരണം എന്താ? Substantial period. Because they take a substantial period of time to get it for the intended use of sale, അല്ലെ? അപ്പം അതുകൊണ്ട് തന്നെ അതെന്താണ്? ഇറ്റ്സ് എ ക്വാളിഫയിങ് അസറ്റ്. സോ ഒരു ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുക്കുകയാണ്, ക്വാളിഫയിങ് അസറ്റിന്റെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസും അതേപോലെ തന്നെ ഫിനാൻസ് കോസ്റ്റുകളും എന്തൊക്കെയാണ് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ് ചെയ്യാം ടു ദ ഡേറ്റ് ഓൺ വിച്ച് ദ പ്രൊഡക്ഷൻ സീസസ്. ശരിയല്ലേ? അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിസ്ക്?
കഴിഞ്ഞിട്ടും ക്യാപിറ്റലൈസേഷൻ ആണോ? ഇതിപ്പം നമ്മുടെ ക്യാപിറ്റലൈസേഷൻ 3 years എടുത്തിട്ടേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അങ്ങനെയാണ് ഇവിടെ പോസിബിൾ റിസ്ക് എന്തായിരിക്കും? ചാൻസസ് അവർ ആ ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവാം? മേ ബി ദേ മൈറ്റ് ഹാവ് ട്രീറ്റഡ് ഇറ്റ് ആസ് എക്സ്പെൻസ് ഇൻ ദ P&L, അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് പീരീഡിലേക്ക് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ദയവായി നമ്മുടെ ഫിനാൻസ് കോസ്റ്റ് എന്തായിരിക്കും? മിസ്സ്റ്റേറ്റഡ് ആയിരിക്കും. സെയിം as that നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഓഫ് അസറ്റ് എന്തായിരിക്കും? മിസ്സ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയോ? Is it clear everyone? Yes, sir. Okay. Sir, ഇതില് നമ്മൾ എഫ്എസ് റെഫർ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതില്? ഈ സിനാരിയോ ക്രോസ് ചെക്ക് ചെയ്യാം, എഫ്എസ് ക്രോസ് ചെക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പൊ ഫുൾ ഫ്ലെഡ്ജ്ഡ് എഫ്എസ് തന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഓരോ എലമെന്റ്സ് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ ഇപ്പൊ നമുക്ക് ആ എഫ്എസിന്റെ എക്സ്ട്രാക്ട് മാത്രമല്ലേ തന്നിട്ടുള്ളൂ. അല്ല സർ, ആ PPയുടെ കേസെല്ലാം പറയുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? PPയുടെ കേസ് പറയുന്ന സമയത്ത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് എഫ്എസ് തന്നു കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺ വെച്ചിട്ട് ഓരോ എലമെന്റ്സും എടുത്ത് ക്രോസ് ചെക്ക് ചെയ്താൽ മതി, കൂടുതലും ഡെപ്ത് ആയിട്ട്. ഓക്കെ. Then the pioneer cruises. The cruises are for more adventurous travelers and are growing in its popularity. In order to visit certain destinations on specialized cruises, the group has to acquire operating license from the local government. Cost of license is being capitalized as an intangible asset. അവർ നമ്മളോട് പറഞ്ഞു പയനിയർ ക്രൂസ് കൂടുതൽ പോപ്പുലർ ആണ്, കാരണം എന്താണ്? ഫുൾ അഡ്വഞ്ചേറിയസ് ആയിട്ടുള്ള ട്രാവലേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അവിടെ പക്ഷെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഓപ്പറേറ്റിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ ലൈസൻസ് വാങ്ങിയിട്ട് എന്തായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞു? ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചു. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ലൈസൻസിന്റെ കാര്യം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ലൈസൻസിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഓപ്പറേറ്റിംഗ് ലൈസൻസ് 56 million പ്രയർ ഇയറിൽ എത്രയാ? 57 million കാണിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൺ സെക്കൻഡ് വൺ. Operating license are required for pioneer cruises shipped to visit certain destinations. License are amortized over the period for each license relates. നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് ലൈസൻസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സെർട്ടൈൻ ഡെസ്റ്റിനേഷൻസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ലൈസൻസ് അവർ അമോർട്ടൈസ് ചെയ്യാന്ന് പറഞ്ഞു. എത്ര പേരിലേക്കാണ് ഓരോ ലൈസൻസ് ഉള്ളത് അതിന്റെ ബേസിസിലാണ് അമോർട്ടൈസേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആസ് ഓഫ് നൗ ഇവിടെ എന്തെങ്കിലും സ്പെസിഫിക് റിസ്ക് പറയാനുണ്ടോ നിങ്ങൾക്ക്? ആസ് ഓഫ് നൗ ഇല്ല. കാരണം എന്താ? പ്രയർ ഇയറിൽ 57 ആയിരുന്നു. അവര് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ അമോർട്ടൈസേഷൻ ആയിരിക്കാം, അത് 56 ആയിട്ടുണ്ട്. സോ നൗ ഫോർ ദി ടൈമിംഗ് യു ഡോണ്ട് വാണ്ട് ടു സ്പെസിഫിക്കലി മെൻഷൻ എനിത്തിങ് വിത്ത് റിഗാർഡിംഗ് ദാറ്റ്. ഇനി ഗ്രൂപ്പ് റവന്യൂവിനെ കുറിച്ച് അവർ പറഞ്ഞു. ഗ്രൂപ്പ് റവന്യൂ കൂടി, എത്ര പെർസെന്റേജ് ആണ് ഇൻക്രീസ് വന്നേക്കുന്നത് നോക്കാം. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? റവന്യൂ ഇൻക്ലൂഡ് പാസഞ്ചർ ടിക്കറ്റ് സെയിൽസ് which accounts for approximately 85% of the revenue. When the customers book a cruise, they are required to pay a refundable 20% deposit, which is initially recognized as deferred revenue. The balance of 80% is paid at least 6 weeks before the cruise commences, and at that point also it is recognized as deferred revenue. The full amount of ticket price is transferred to revenue when the cruise starts, irrespective of duration of the cruise. The remaining 50% of revenue is derived from onboard sales of food, drink, entertainment, and other items to the passengers. Management monitor this revenue stream closely as it achieves a high gross margin. Staff are encouraged to maximize these sales to the customers. Parayan, and the problem? അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താ? കസ്റ്റമേഴ്സ് അവർക്ക് ടിക്കറ്റിന്റെ പൈസ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? 85% ഓഫ് റവന്യൂ അവർക്ക് ആ ടിക്കറ്റിൽ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു 20% റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആണ്. ആ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് കിട്ടുമ്പോൾ അവർ ഡെഫേർഡ് ഇൻകം ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിനുശേഷം വീണ്ടും 80% തരും 6 weeks മുന്നേ, ക്രൂസ് കമൻസ് ചെയ്യുന്നതിന് 6 weeks മുന്നേ. അപ്പോഴും അത് ഡെഫേർഡ് ഇൻകം ആയിട്ടാണ് കാണിക്കുന്നത് പറഞ്ഞു. ക്രൂസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെന്ത് ചെയ്യും? അത് ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ദെൻ നമ്മളോട് പറഞ്ഞു 15% റവന്യൂ അവർക്ക് കിട്ടുന്നത് ഓൺ ബോർഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സിൽ നിന്നാണ്. മാനേജ്മെന്റ് ഇതൊരു ഹൈ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഏൺ ചെയ്യുന്ന സെക്ടർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനെയുള്ള സെയിൽസ് എൻകറേജ് ചെയ്യും എന്ന് പറഞ്ഞു. പറ, എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. സോറി, സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട്. സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആയിട്ട് അതിന് ഇവിടെ ഉണ്ടോ? ഫുഡിന്റെ കേസിലും പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡിന്റെ കേസ് വരണം. അല്ലല്ല, ഇവിടെ കമ്പൈൻഡ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആയിട്ട് അവർ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവർ പറഞ്ഞേക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് ആദ്യമേ കിട്ടുന്ന ടിക്കറ്റ് സെയിൽസിന്റെ ബേസിസ് മാത്രമാണ്.
ബാക്കി 15% ഓൺ ബോർഡ് സെയിൽ നിന്നാണ് കിട്ടുന്നത്. അവർ ഓൺ ബോർഡ് സെയിൽ നടത്തുന്ന സമയത്ത് അവർക്ക് കിട്ടുക. ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് സാർ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട് റവന്യൂ. ഓക്കെ, പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവരെപ്പോഴാ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സത്യം പറഞ്ഞ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 6 weeks ഓവർ ദ ടൈം. ഓക്കെ, 6 weeksലാണ് അവരുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ശരിയല്ലേ? കാരണം നമ്മളോട് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ ആൻ ആവറേജ് അപ് ടു 6 weeks എടുക്കും എന്ന് പറഞ്ഞു അവരുടെ ഓരോ ജേർണിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡ്യൂറേഷൻ ഓഫ് ദി ജേർണി അവരെന്ത് ചെയ്യാണ്, വൺസ് ക്രൂസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യാണ് റവന്യൂ ആയിട്ട്. സോ ഇവിടെ ലിറ്ററലി പറഞ്ഞ റവന്യൂ എങ്ങനെ ഇവിടെ പർട്ടിക്കുലർ കമ്പനിയുടെ വരുന്നത്, ഇറ്റ് ഈസ് എ റവന്യൂ ദാറ്റ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. എത്രയാണോ ക്രൂസിന്റെ പീരീഡ്, ആ ക്രൂസ് ഷിപ്പിന്റെ പീരീഡ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുന്നുണ്ടാവുക. അതിന് എപ്പോഴാണോ ആ പെർഫോമൻസ് ഒബ്ലിഗേഷൻ അങ്ങനെ കംപ്ലീറ്റ്ലി കഴിയുന്നത്, ആ ഒരു പോയിന്റിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വി ഷുഡ് റെക്കഗ്നൈസ് റവന്യൂ. പക്ഷെ കമ്പനി ഇവിടെ എന്ത് ചെയ്തു, ആദ്യം തന്നെ ടോട്ടൽ എമൗണ്ട് റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. അങ്ങനെ ആദ്യം തന്നെ ടോട്ടൽ എമൗണ്ട് റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, as per IFRS 15 revenue of the company will be overstated and related deferred income എന്തായിരിക്കും, understated ആവും. ക്ലിയർ ആയോ? ഇനി what else is the problem here? സർ, ആ പ്രീവിയസ് സിനാരിയോയില് ലോണിന്റെ കേസിൽ അതും കൂടി റിസ്ക് ആയിട്ട് പറഞ്ഞൂടെ, ഈ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടെല്ലാം ചെയ്യേണ്ടത്? സോറി, പ്രീവിയസ് സിനാരിയോയിലെ ലോണിന്റെ കേസില്ലേ, ആ 2 ലോൺ റിസ്ക് പറഞ്ഞൂടെ, ആ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് എല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതുകൊണ്ട്? മൈക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് സംസാരിക്കാം, വോയിസ് ക്ലിയർ അല്ല, ബ്രേക്ക് ആവുന്നുണ്ട്. സാർ, അത് പ്രീവിയസ് സിനാരിയോയിൽ 2 ലോണിന്റെ കേസ് പറഞ്ഞില്ലേ, അത് നമുക്ക് റിസ്ക് ആയിട്ട് പറഞ്ഞൂടെ, അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാണ്ട് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവില്ലേ? ഏതിന്റെ, ലോണിന്റെ ആണോ? ലോണിന്റെ 2 സിഗ്നിഫിക്കന്റ് ലോൺ അല്ലേ എടുത്തിട്ടുള്ളത്, അപ്പൊ അതും കൂടി റിസ്ക് ആയിട്ട് എഴുതിക്കൂടെ? സാർ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. സിഗ്നിഫിക്കന്റ് ലോൺ ആയിട്ട് എഴുതാം, പക്ഷെ അവിടെ ലോണിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അവിടെ പ്രൈമറി ട്രീറ്റ്മെന്റ് ഇപ്പൊ ഫോർ ദ ടൈമിംഗ് പറയേണ്ടത് എന്താ, ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് എത്രയാണോ വരുന്നത് അത് നമ്മൾ എന്തായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക, ആ ലോണിന്റെ എമൗണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക ബോറോയിങ് കോസ്റ്റ് ആയിട്ടായിരിക്കും അല്ലേ? അപ്പം അതിന്റെ ആ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് മാത്രം പറഞ്ഞാൽ മതി, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ട അതിനെ പറ്റി? വേണ്ട, സിഗ്നിഫിക്കന്റ് റിസ്കുകൾ മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. പിന്നെ വേറെന്താ ഇവിടെ പ്രോബ്ലം ഉള്ളത്? ഇവിടെ നിങ്ങൾ IFRS 15 ട്രീറ്റ്മെന്റ് പറഞ്ഞു, അതെന്താ വേറെന്താ പ്രോബ്ലം ഉള്ളത്? ഓപ്പറേറ്റിംഗ് ഏത് ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്? ഓൺ ബോർഡ് സെയിൽ. നിങ്ങളോട് എന്തിനായിരിക്കും 15% ഓഫ് റവന്യൂ എന്നൊരു എക്സാക്ട് കണക്ക് അവർ പറഞ്ഞത്? മോർ ദാൻ 10% ഉണ്ടെങ്കിലല്ലേ? എക്സാക്ട്ലി അല്ലേ? അതായത് നമുക്കറിയാം മോർ ദാൻ 10% ഓഫ് എനി എലമെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു സിംഗിൾ ഏരിയ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക, വി വിൽ ട്രീറ്റ് ഇറ്റ് ആസ് എ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്, ശരിയല്ലേ? ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താ, ഈ ഒരു റവന്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി 15% അവർക്ക് ഓൺ ബോർഡിംഗ് സെയിൽസ് ചെയ്ത് കിട്ടുന്നുണ്ട്, ബാക്കി 85% ആണ് അവർക്ക് ടിക്കറ്റ് സെയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ കമ്പനി മെയിൻലി 2 പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സെഗ്മെന്റൈസേഷൻ ചെയ്യണം. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് സെഗ്മെന്റൽ ഇൻഫോർമേഷനെ കുറിച്ച് ആഡിക്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. കാരണം എന്താണ്, ഇറ്റ് ഈസ് എ ലിസ്റ്റഡ് എൻറ്റിറ്റി. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മെയിൻലി? അപ്പം എന്തായിരിക്കും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക്? Disclosures കൊടുത്തിട്ടുണ്ടാവില്ല. There can be chances that they might not have provided adequate amount of disclosures with regarding the same. അവർ adequate amount of disclosures കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയാം. ക്ലിയർ ആയോ? Yes, Is sir. it clear everyone? Okay. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം revenue is presented on segmented basis in the notes to financial statements with segment based on 3 brand of the group. Sunseeker 320 prior year തന്നു, എക്സ്പ്ലോറർ ക്രൂസസ് തന്നു, അതേപോലെ തന്നെ പൈനിയർ ക്രൂസസ് തന്നു, ടോട്ടൽ എമൗണ്ട് തന്നു. ഇവിടെ നിങ്ങൾ നോക്കിയോ എത്രയാ വേരിയൻസ് കമ്പയർഡ് വിത്ത് പ്രയർ ഇയർ? ഓരോ ഇയേഴ്സിലും എത്രയാണ് വേരിയൻസ് വന്നേക്കുന്നത് നോക്കിയോ?
നോക്കിയോ? Yeah. എന്നാ നോക്കി നോക്ക് എത്രയാണ് വേരിയൻസ് വന്നേക്കുന്നത് നോക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് ഡയറക്ട്ലി ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സിനാരിയോക്കകത്ത് വന്നേക്കുന്ന ഓരോ ഡേറ്റാസ് നോക്കണം. ഇനി വരാൻ പോകുന്ന സിനാരിയോക്കകത്തുള്ള ഡേറ്റയും നോക്കണം. സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ ഈ പർട്ടിക്കുലർ മൂവ്മെന്റ് ഇൻ റവന്യൂ എന്താണോ വന്നേക്കുന്നത് അത് ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണോ എന്ന് കൺസിഡർ ചെയ്യാം. ആപ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് അല്ല എന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. മനസ്സിലായോ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ ത്രൂ ദ റെസ്റ്റ് ഓഫ് ദി സിനാരിയോ. എന്നിട്ട് നോക്കാം എന്തെങ്കിലും അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ എന്ന്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ടാണോ? ഏതായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇത് നോക്കിയിട്ടാണോ ചെക്ക് ചെയ്യേണ്ടത്? ഏതാണോ? ഇൻഅപ്രോപ്രിയേറ്റ് മൂവ്മെന്റ് വന്നതിനോ നോക്കാം. അല്ലല്ല, നമ്മുടെ സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഫോളോയിങ് സിനാരിയോക്കകത്ത് അവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കേട്ടോ. അതായത് ഇതിന് മുന്നേ അല്ലെങ്കിൽ സിനാരിയോക്കകത്ത് എന്തെങ്കിലും ഇതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ദെൻ PPയുടെ അമൗണ്ട്സ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. PPക്കകത്ത് എത്ര ഇൻക്രീസ് ആണ് വന്നേക്കുന്നത് എന്നുള്ളത്. PPയുടെ നിങ്ങൾക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യാം. PP നിങ്ങൾ കമ്പൈൻ ചെയ്ത് എന്തിന്റെ കൂടി പറഞ്ഞാൽ മതി. എത്രയാണ് ക്യാപിറ്റലൈസേഷൻ നടന്നേക്കുന്ന കറണ്ട് ഇയർ അതുമായിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞാൽ മതി. So the recent weeks, the government of several countries which form a major part of pioneer cruise itineraries withdrew their operating license with immediate effect. Government have stated that it is likely to a temporary measure to being put in place to limit number of tourists visiting in the areas of natural beauty, but will not confirm when the group will resume operations in these countries. നിങ്ങളോട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? പൈനിയർ ക്രൂസിന് ഇറ്റിനറീസ് പോകാനായിട്ടുണ്ടായിരുന്ന ആ ഒരു പർട്ടിക്കുലർ ലൈസൻസ് ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു. ടെമ്പററി ആയിട്ടാണ് ക്യാൻസൽ ചെയ്തേക്കുന്നത്. പക്ഷെ എപ്പോഴാണ് ഈ ഓപ്പറേഷൻ റിസ്യൂം ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അവർ ഈ പൈനിയർ ക്രൂസിന് വേണ്ടിയിട്ട് കിട്ടിയ ലൈസൻസ് ആയിരുന്നു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചേക്കുന്നത്. They have amortized that as well. What is the required accounting treatment here? ഏതായിരുന്നു? ഇമ്പയർമെന്റ്. ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇവിടുത്തെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? എത്ര എമൗണ്ടിന് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഓഫ് ഇമ്പയർമെന്റ് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് അറിയോ? ഇല്ല. അപ്പൊ ഏത് എമൗണ്ടിന്റെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 56 മില്യന്റെ. അപ്പൊ 56 മില്യന്റെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് പറയ് മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ദെൻ ആസ് പെർ ഏത് സ്റ്റാൻഡേർഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഏതാണ് സ്റ്റാൻഡേർഡ് ഇവിടെ വരുന്നത്? IAS 36 ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്. നമ്മളിവിടെ എന്തായിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്? പൊട്ടൻഷ്യൽ ഇൻഡിക്കേറ്റർ ഓഫ് ഇമ്പയർമെന്റ്. സോ നമുക്കറിയാം ഇവിടെ ഇപ്പം ആസ് ഓഫ് നൗ ഇത് കൺഫേംഡ് ആണോ നമ്മുടെ വാല്യൂ ഓഫ് അസറ്റ് ഇമ്പയർഡ് ആണെന്നുള്ള കാര്യം? അല്ല. കാരണം ടെമ്പററി പീരീഡിലേക്കാണ് അവർ ഈ ഒരു ലൈസൻസ് ക്യാൻസൽ ചെയ്തേക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നുണ്ട് എത്ര നാളത്തേക്കാണ് ഇത് പ്രിവെന്റ് ചെയ്തേക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ എത്ര നാളത്തേക്കാണ് ഇത് ഇങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കാം? വാല്യൂ ഓഫ് അസറ്റ് ഇമ്പയർ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ അസറ്റിന്റെ വാല്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഹയർ ഓഫ് ഫെയർ വാല്യൂ കോസ്റ്റ് ടു സെൽ അല്ലെങ്കിൽ വാല്യൂ ഇൻ യൂസ് ആയിരിക്കും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ക്യാരിയിങ് വാല്യൂ അല്ലെങ്കിൽ റിക്കവറബിൾ എമൗണ്ട് വിച്ച് എവർ ഈസ് ഹയർ അതായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത്. റിസ്ക് എന്തായിരിക്കും? അവർ ഇമ്പയർമെന്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയാൽ കാണാമല്ലോ. റിസ്ക് ഈസ് വെരി സിമ്പിൾ. ദേ ഹാവിന്റ് ഡൺ ദി ഇമ്പയർമെന്റ് റിവ്യൂ. അവർ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? അമോർട്ടൈസേഷൻ മാത്രമേ ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എന്തായിരിക്കും? അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും. എന്തോ മൊത്തത്തിലൊരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തൂടെ ഇമ്പയർമെന്റിന് വേണ്ടിയിട്ട്? ഇമ്പയർമെന്റിന് വേണ്ടിയിട്ടോ? ഇമ്പയർമെന്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഫുള്ളി ഇമ്പയർഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിരിക്കണ്ടേ? കാരണം എന്താ? ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ആ ലൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ലേ? അതായത് നമ്മൾ ആ ലൈസൻസ് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തേക്കുന്നത് എന്ത് തന്നെയാണ്? ആ ലൈസൻസ് ആണ്. അപ്പം ഇറ്റ് ഈസ് ബെറ്റർ ടു ഇമ്പയർ ദാറ്റ് ലൈസൻസ് സ്പെസിഫിക്കലി അല്ലേ? ഓപ്പറേഷൻസ് നടക്കൂലോ. അപ്പോ ബാക്കിയുള്ളതും കൂടി അങ്ങനെ ഓപ്പറേഷൻസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഇതിന്റെ വാല്യൂ ഫുള്ളി ഇമ്പയർ ചെയ്തതിനു ശേഷമായിരിക്കില്ല നമ്മൾ ചെയ്യുന്നുണ്ടാവുക അല്ലേ? കാരണം ഇതല്ലേ പർച്ചേസ്ഡ് വൺ. അപ്പൊ ആദ്യമേ ഇതിന്റെ പ്രൈവറ്റൈസ് ചെയ്ത് പറഞ്ഞാൽ മതി. മനസ്സിലായോ? പറഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ളതിന്റെയും കൂടി പറയാൻ പറ്റുമോ? ബാക്കിയുള്ളത് പറയാം. പക്ഷെ അതിന് ഒരുപാട് വാലിഡ് ആയിട്ടുള്ള മാർക്ക് കിട്ടണം എന്നില്ല. കാരണം നമ്മളോട്
തന്നേക്കുന്ന സിനാരിക്കകത്ത് എന്തൊക്കെയാണ് സിഗ്നിഫിക്കന്റ് എമൗണ്ട്സ് എന്നുള്ളതാണ് സിഗ്നിഫിക്കന്റ് റിസ്ക് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫെർദർ ഇന്റർപ്രിട്ടേഷന് പോയാലും നമുക്ക് എക്സ്ട്രാ ഒരുപാട് മാർക്ക് അവിടെ കിട്ടൂല. ഓക്കെ, ഡിസ്ക്ലോസേഴ്സ് കൊടുക്കണോ ഈ അഡീഷണൽ ഇമ്പയർമെന്റ് വരുന്നത്? ഡെഫിനറ്റ്ലി ഇംപേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടാവണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് റിസ്ക് എന്തായിരിക്കും? അവര് കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രയർ റിസ്ക് ഏതെങ്കിലുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുമോ? റവന്യൂവിന്റേതുമായിട്ട് വേണം ലിങ്ക് ചെയ്യാം. അതായത് ആരുടെ റവന്യൂ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്? പൈനിയർ ക്രൂസിന്റെ റവന്യൂ. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇവരുടെ ഓരോരുത്തരെയും റവന്യൂസ് തമ്മിൽ എത്ര വേരിയൻസ് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ പൈനിയർ ക്രൂസിന്റെ റവന്യൂന്റെ അകത്തും എത്ര വേരിയൻസ് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് വല്ലതുമാണ് ഏതെങ്കിലും ഏരിയാസിൽ വന്നേക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ ക്യാൻ ബി ചാൻസസ് ആറ്റ് മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. ശരിയല്ലേ? അതായത് ടോട്ടൽ റവന്യൂ ചിലപ്പോൾ ഇൻഅപ്രോപ്രിയറ്റ്ലി മിസ്ക്ലാസിഫൈഡ് ആയിരിക്കും. കാരണം പൈനിയർ ക്രൂസിന് ഇപ്പൊ റവന്യൂ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്തായിരിക്കും? ലാസ്റ്റ് വീക്കില് അവരുടെ ആ റവന്യൂ അവർക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഗവൺമെന്റ് ചെയ്തതാണ്. അപ്പം അത് കാരണം കൊണ്ട് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓൾറെഡി അന്ന് എന്തെങ്കിലും ഇഷ്യൂസ് മുന്നേ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് റവന്യൂ കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ റീസണബിൾ ആയിരിക്കില്ല എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഓക്കെ. ഇതിന്റെ റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഡിഫിക്കൽട്ടീസും കൂടി പറഞ്ഞോളൂ. സോറി, റിക്കവറബിൾ എമൗണ്ട് ഇമ്പയർമെന്റിന് വേണ്ടിയിട്ട് റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഡിഫിക്കൽട്ടീസ് അതെല്ലാം പ്രൈമറി റിസ്ക് ആയിട്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ റിസ്ക് നമ്മൾ എടുത്തിട്ട് അവിടെ ഓവർ ഇവാലുവേറ്റ് ചെയ്യാണ്. അതായത് സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യത്തിന് പുറമെ നമ്മൾ വെറുതെ അവിടെ കുറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എക്സ്ട്രാ മാർക്ക് അവിടെ ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ. ആൻഡ് മോർ ഓവർ അവർ ആ ഫെയർ വാല്യൂ മെഷർമെന്റോ കാര്യങ്ങളോ ഒന്നും എടുത്തതിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടൂല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കേസസ് ഐഡന്റിഫൈ ചെയ്ത് റെലവെന്റ് റിസ്കുകൾ കാറ്റഗറൈസ് ചെയ്യുന്നതിന്റെ പ്രൊഫഷണൽ മാർക്കും പോകും. അപ്പോൾ എന്താണ് പ്രൈമറി റിസ്ക് അത് ഇവാലുവേറ്റ് ചെയ്യുക. കാരണം എസ്പെഷ്യലി ഇവിടെ അവർ എന്ത് ചെയ്തിട്ടില്ല? ഇംപേയ്മെന്റ് റിവ്യൂ കാര്യങ്ങളോ നടത്തിയെന്നോ അല്ലെ ഫെയർ വാല്യൂ മെഷർമെന്റ് നടത്തിയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത റിസ്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ റിസ്ക് പറയുന്നത്. മനസ്സിലായോ? Then next one is regarding the cyber security attack. Last month, the group suffered a cyber security attack in which the personal information of 1,400 customers, including their credit card details, were stolen. According to the representative of the group audit committee, group's internal audit team has not properly assessed risk relating to cyber security, which is a requirement of recently introduced data protection legislation in the jurisdiction in which group operates. Issue which led to cyber security attacks have now been resolved. നിങ്ങളോട് പറയാണ്, ലാസ്റ്റ് മന്ത് സൈബർ സെക്യൂരിറ്റി അറ്റാക്ക് ഉണ്ടായി. 1,400 കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അടക്കം പോയി എന്ന് പറഞ്ഞു. ഗ്രൂപ്പിന്റെ ഓഡിറ്റ് കമ്മിറ്റി പറയാണ്, ഗ്രൂപ്പിന്റെ ഇന്റേണൽ ഓഡിറ്റർ പ്രോപ്പർലി എന്ത് ചെയ്തിട്ടില്ല? സൈബർ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് റിസ്ക് അസസ് ചെയ്തിട്ടില്ല. ആക്ച്വലി അതൊരു ഡേറ്റ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ ആയിരുന്നു മാൻഡേറ്ററി ആയിട്ടും ഫോളോ ചെയ്യേണ്ടിയിരുന്നത്. ഈ ഇഷ്യൂ കാരണം കുറെ പ്രോബ്ലംസ് ഉണ്ടായി. അതിപ്പോ റിസോൾവ് ആയി എന്ന് പറഞ്ഞു. പറയും എന്തൊക്കെയായിരിക്കും നമ്മൾ അവിടെ പറയേണ്ടി വരിക? അവിടെ എന്തൊക്കെയായിരിക്കും പറയേണ്ടി വരിക? എന്തൊക്കെയായിരിക്കും? ലീഗൽ ക്ലെയിമിന്റെ ഇഷ്യൂ പറയാം. എന്താ പറയുന്നത്? ക്രെഡിറ്റ് കാർഡ്സ് ലീക്ക് ആയിരിക്കും അവർ കേസ് കൊടുക്കും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റിസ്കുകൾ പറയാം. ഒന്ന് നമുക്ക് പറയാം കസ്റ്റമേഴ്സിന്റെ എന്താ പോയേക്കുന്നത്. ഇപ്പം കസ്റ്റമേഴ്സിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റ, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അത് കസ്റ്റമർ ഡീറ്റെയിൽസും ഓൾറെഡി അവരുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലീഗൽ പെറ്റീഷൻസ് ഫയൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ലീഗൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് probable future cash outflow for the company on the basis of their present obligation. അങ്ങനെയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവണം? IAS 37 പ്രൊവിഷൻ കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ് പ്രകാരം ഒരു പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവണം. റിസ്ക് എന്തായിരിക്കും? പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ലയബിലിറ്റി അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി എന്താവും? ഓവർസ്റ്റേറ്റഡ് ആവും. ഓക്കെ. പിന്നെ വേറെന്താ റിസ്ക്? ഇന്റർണൽ കൺട്രോളിന്റെ റിസ്ക് പറയാൻ പറ്റില്ല. ഇന്റർണൽ കൺട്രോളിന്റെ റിസ്ക് പറയാം. ഇവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്?
പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം നമുക്ക് എന്താന്ന് പറയാം, വീക്ക് ആണെന്ന് പറയാം. കാരണം നമ്മളോട് അവിടെ സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞു ഡേറ്റ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ പ്രകാരം മാൻഡേറ്ററി ആയിട്ടും ഫോളോ ചെയ്യേണ്ട കാര്യമായിരുന്നു ഇത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആൻഡ് റെഗുലേഷൻ ഉണ്ടായിട്ട് പോലും അവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്, നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ ആണ്. അപ്പൊ എന്താണെന്ന് പറയാം, നമുക്ക് കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റ് ടീം നെഗ്ലിജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഒരു സിഗ്നിഫിക്കന്റ് ഇന്റേണൽ കൺട്രോൾ വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. സോ അങ്ങനെ സിഗ്നിഫിക്കന്റ് ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദാറ്റ് കേസ്? എന്തായിരിക്കും പ്രോബ്ലം? കൺട്രോൾ റിസ്ക് ഉണ്ടാവാം. ഇതിന് പുറമെ അഡീഷണലി എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. സോ അപ്പം ഇതൊക്കെ ആയിരിക്കും നമ്മൾ റിസ്ക് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും റിസ്ക് ആണ് നമുക്ക് മെയിൻലി ഉള്ളത്. ക്ലിയർ ആണ് എല്ലാവർക്കും? ചെയ്യണമെന്നില്ലല്ലോ. ഇല്ലല്ല, ഇത് നമ്മളിപ്പം പറഞ്ഞ എന്താ, ഇവിടെ നമ്മൾ എല്ലാ റിസ്കുകളും പിക്ക് ചെയ്തു. ഈ എല്ലാ റിസ്കുകളും പിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതൊക്കെയാണോ സിഗ്നിഫിക്കന്റ് റിസ്കുകൾ, ആ സിഗ്നിഫിക്കന്റ് റിസ്കുകൾ ഓരോന്നും പ്രയോറിറ്റൈസ് ചെയ്യുക. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഡിറ്റക്ഷൻ റിസ്ക് ആണ് വരിക. ഇവിടെ ഡിറ്റക്ഷൻ റിസ്ക് എവിടെയുള്ളത്, ന്യൂ ക്ലയന്റ്. സോ അതായിരിക്കും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ മെയിൻ റിസ്കുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ, കോംപ്ലക്സ് ട്രാൻസാക്ഷൻ. ഏതാ? IFRS 15 ഉണ്ട്, കോംപ്ലക്സ് ട്രാൻസാക്ഷൻ. പിന്നെ വേറെ ഏതായിരുന്നു, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. ഓക്കെ, ഫൈൻ. പിന്നെ ഇമ്പയർമെന്റ് നമുക്ക് പറയാം. പിന്നെ ഏതാ വേറെ കോംപ്ലക്സ് ഏരിയ ഏതാ ഈ സിനാരിയോയിലുള്ളത് സ്പെസിഫിക്കലി? നമ്മുടെ അപ്ഗ്രേഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. കാരണം എന്താ, ഇവിടെ കോമ്പോണന്റ് അസറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അപ്ഗ്രേഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റിന്റെ കാര്യം പറയാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എഴുതാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ എപ്പോഴും മാർക്ക് കൺസിഡർ ചെയ്ത് മാത്രം എഴുതാം. മാക്സിമം അപ് ടു എത്ര മാർക്ക് ആയിരിക്കും കിട്ടുക? 3 മാർക്സ് ആയിരിക്കും കിട്ടുക. ആൻഡ് മെറ്റീരിയാലിറ്റിയുടെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് 3 മാർക്സ്. ഇനി സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. The group audit committee has inquired whether Pegasus company can provide an additional service to advise the management to how measure certain social and environmental information, which is published on the group website and is required by new regulation in the industry and is required to submit a regulatory authorities. Social and environmental information relate to a matter such as water efficiency, energy consumption, charitable donation and initiative which will support diversity in the workplace. In recognition in this is quite urgent as the deadline for the submission to the regulatory authority falls within next month. Group audit committee stating that it will be willing to pay enhanced fee for the service. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ, ഗ്രൂപ്പ് ഓഡിറ്റ് കമ്മിറ്റി അഡീഷണൽ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നു, അല്ല നമ്മളോട് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നു. അവരുടെ സോഷ്യൽ എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, റിവ്യൂ ചെയ്യാനാണ് പറയുന്നത്. അതെങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അഡ്വൈസ് ചെയ്യാനും പറയുന്നുണ്ട്. നമ്മളോട് പറഞ്ഞു ന്യൂ റെഗുലേഷൻ പ്രകാരം ഇത് റെഗുലേറ്ററി അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡേറ്റയാണ്. സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എനർജി കൺസംഷനും വാട്ടർ എഫിഷ്യൻസിയും ചാരിറ്റബിൾ ഡൊണേഷനും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഇത് ഭയങ്കര അർജന്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങളോട് 1 മന്തിനുള്ളിൽ തീർത്തു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അതിന് അവർ കൂടുതൽ ഫീസ് തരാമെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, എത്തിക്സിന്റെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ, evaluate the matters to be considered in deciding whether Pegasus and companies should accept the engagement to provide advice on social and environmental information. ഈ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പെഗാസസ് കമ്പനി എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ പറയേണ്ടത് റിസ്ക്കും അതേപോലെ തന്നെ റിസോഴ്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണോ, അതോ ഇറ്റ്സ് സ്പെസിഫിക്കലി വിത്ത് റിഗാർഡിംഗ് സം അതർ മാറ്റേഴ്സ്, എന്തിനെ കുറിച്ചായിരിക്കും നിങ്ങൾ പറയേണ്ടത്? ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ലിസ്റ്റഡ് ക്ലയന്റ് ആണ്. ഇറ്റ്സ് എ ലിസ്റ്റഡ് ക്ലയന്റ്. അപ്പൊ എന്താണെങ്കിലും ഇത് കൊടുക്കാൻ പറ്റില്ല. ഇനി പറ, അവിടെ എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പ്രോബ്ലംസ്? എന്തൊക്കെ എത്തിക്കൽ ത്രെറ്റ് ഉണ്ടാവും? ഞാൻ നിങ്ങളോട് പറഞ്ഞ എത്തിക്കൽ ത്രെറ്റ് എങ്ങനെയാ പറയേണ്ടത്? ഐഡന്റിഫൈ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, സേഫ് ഗാർഡ് കൊടുക്കണം. ഇവിടെ എന്തൊക്കെ എത്തിക്കൽ ത്രെറ്റ് ഉള്ളത്? ഓരോ സിനാരിയോ ഐഡന്റിഫൈ ചെയ്യും. സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. എവിടെയാ സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്? എക്സ്ട്രാ ഫീസ് നിങ്ങളോട് തരാമെന്ന് പറയുന്നുണ്ട് അല്ലെ. എൻഹാൻസ്ഡ് ഫീ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട് വർക്ക് പെർഫോം ചെയ്യാൻ. അപ്പൊ അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. എക്സ്പ്ലെയിൻ ചെയ്തേ, എൻഹാൻസ്ഡ് ഫീ എങ്ങനെയാ സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്?
എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ നോക്കുക. പോസിറ്റീവ് റിവ്യൂ. ഓക്കെ, എൻഹാൻസ് ഫീ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതായത് നമ്മൾ പറഞ്ഞല്ലായിരുന്നു, എൻഹാൻസ് ഫീ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് എന്തായി മാറും? ഇതൊരു ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആയി മാറും, ശരിയല്ലേ? ഒരു ഹൈ പെർസെന്റേജ് ക്ലയന്റിന്റെ അടുത്ത് നിന്ന് നമുക്കൊരു നോൺ ഓഡിറ്റ് സർവീസ് കിട്ടുന്ന സമയത്ത് ഇൻ കേസ് എങ്ങാനും നമ്മൾ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? There can be chances that they might cancel both the non-audit services as well as upcoming years audit engagement തരില്ല. So in order to safeguard their client, auditor എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഓഡിറ്റർ ക്ലയന്റിന് ഫേവർ ആയിട്ട് സർവീസ് ചെയ്തു കൊടുക്കും. സോ ഓട്ടോമാറ്റിക്കലി അത് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ക്രിയേറ്റഡ് ആവും. പിന്നെ വേറെ അടുത്ത ത്രെട്ട് എന്താ? വേറെ എന്തൊക്കെയാ ത്രെട്ട് ഉള്ളത്? സെൽഫ് റിവ്യൂ. സെൽഫ് റിവ്യൂ ത്രെട്ട് വരും. എങ്ങനെയാ സെൽഫ് റിവ്യൂ ത്രെട്ട് വരുന്നത്? ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ചിലപ്പോ ചില അക്കൗണ്ട്സ് ഒക്കെ പരിശോധിക്കേണ്ടി വരും. അതായത് ഈ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഫിനാൻഷ്യൽസിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ? യെസ്. എങ്ങനെ അഫക്ട് ചെയ്യുന്നത്? ചില അക്കൗണ്ട്സ് ഇതിന് ബന്ധപ്പെട്ടുള്ളത് ഫിനാൻഷ്യലിൽ കൊടുക്കണം. അതായത് നമുക്കറിയാം സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അതർ ഇൻഫർമേഷൻ, ശരിയല്ലേ? ഇറ്റ് ഈസ് ആൻ അതർ ഇൻഫർമേഷൻ ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് വിത്തിൻ ദ ക്ലയന്റ്സ് ആനുവൽ റിപ്പോർട്ട്. ഒരു ക്ലയന്റിന്റെ ആനുവൽ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അതർ ഇൻഫർമേഷൻ ആണ് എന്ത്? സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പൊ ഒരു ക്ലയന്റിന്റെ ആനുവൽ റിപ്പോർട്ടിൽ വരുന്ന അതർ ഇൻഫർമേഷൻ റിവ്യൂ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാ? ഓഡിറ്റർക്കാണ്, അല്ലെ? റിവ്യൂ ദ കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ദ അതർ ഇൻഫർമേഷൻ. അവിടെ ഇപ്പൊ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും? നിങ്ങളാണ് ഈ അതർ ഇൻഫർമേഷൻ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ള അഡ്വൈസ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ കൊടുത്തേക്കുന്ന അഡ്വൈസിന്റെ ബേസിസിൽ അതർ ഇൻഫർമേഷൻ റിവ്യൂ ചെയ്യുമ്പോൾ അതർ ഇൻഫർമേഷനകത്ത് എന്തെങ്കിലും സോർട്ട് ഓഫ് മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വില്ലിങ് ആവുമോ? ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ത്രെട്ട് ആയിരിക്കും ക്രിയേറ്റഡ് ആവുക? സെൽഫ് റിവ്യൂ ത്രെട്ട് ക്രിയേറ്റ്. ഫൈൻ. ഇനി വേറെ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? ഡെഡ്ലൈൻ. Then very constrained deadline. എന്ത് റിസ്ക് ആയിരിക്കും വരിക? ലിമിറ്റിംഗ് ദ സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് ഏതായിരുന്നു? ലിമിറ്റിംഗ് ദ സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് ഉണ്ടാകുമ്പോൾ ഏത് ത്രെട്ടാ വരിക അവിടെ? You are not getting sufficient appropriate audit evidence. They are not providing you with access to information. They are not providing you the പറഞ്ഞാലേ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളോ? വായിച്ചല്ലേ അതെല്ലാരും? ലാസ്റ്റ് ഡിസ്കസ് ചെയ്തല്ലേ? ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇന്റിമിഡേഷൻ ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി, ശരിയല്ലേ? കാരണം എന്താ? അവര് നിങ്ങളോട് പറയാണ് യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് പർട്ടിക്കുലർ വർക്ക് വിത്തിൻ 1 month. 1 month ഈ വർക്ക് മാത്രമാണ് നിങ്ങൾക്ക് തീർക്കാനായിട്ടുള്ളത്. നിങ്ങൾ അവിടെ എന്തിനു പോയതായിരുന്നു? എന്തിനു പോയപ്പോഴാണ് നിങ്ങളോട് ഈ കഥയൊക്കെ ചോദിച്ചത്? ഓഡിറ്റിന് പോയപ്പോൾ. അപ്പൊ അവിടെ നിങ്ങൾ എന്തും കൂടി ചെയ്തു കൊടുക്കേണ്ടി വരും, എന്താണേലും ഓഡിറ്റും കൂടി ചെയ്തു കൊടുക്കേണ്ടി വരും, ശരിയല്ലേ? സോ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഓഡിറ്റ് പെർഫോം ചെയ്യാനായിട്ടുള്ള സഫീഷ്യന്റ് ടൈം നിങ്ങൾക്ക് ഉണ്ടാവും അവിടെ? ഇല്ല. യു വിൽ നോട്ട് ബി ഹാവിംഗ് അപ്രോപ്രിയേറ്റ് ടൈം ടു പെർഫോം ദ ഓഡിറ്റ് എൻഗേജ്മെന്റ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ത്രെട്ട് ആയിരിക്കും വരിക? ഇറ്റ് മൈറ്റ് ക്രിയേറ്റ് ഇന്റിമിഡേഷൻ ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നിങ്ങൾ പറ, ഇവിടെ എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തൊക്കെയാ? ഡിക്ലൈൻ ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ പറയാം. നിങ്ങൾക്ക് പറയാം ഇവിടെ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സേഫ് ഗാർഡ്സ് എടുത്തിട്ടുണ്ടാവണം. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സേഫ് ഗാർഡ് ആയിട്ട് ഇവിടെ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്ത് മാത്രമായിരിക്കും? ഈ ഒരു സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ റിവ്യൂ ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീമിനെ യൂസ് ചെയ്ത് എന്ത് ചെയ്യിക്കാം? റിവ്യൂ ചെയ്യിക്കാം. സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീമിനെ യൂസ് ചെയ്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചത്? ഒരു എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ എന്ത് ചെയ്യുന്നുണ്ടാവണം? നമ്മുടെ ഓഡിറ്റ് എൻഗേജ്മെന്റ് റിവ്യൂ ചെയ്യുന്നുണ്ടാവണം in order to ensure that we have performed the engagement in accordance with the quality control standards. However, ഇത് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും? ലോക്കൽ ലെജിസ്ലേഷൻ അലോ ചെയ്താൽ മാത്രമായിരിക്കും. ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട് പ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല? എന്താ ചെയ്യാൻ പാടില്ലാത്തത് വിത്ത് റിഗാർഡിംഗ് എ നോൺ ഓഡിറ്റ് സർവീസ് ടു എ ഓഡിറ്റ് ക്ലയന്റ്? If it is a listed client,
മാൻഡേറ്ററി ആയിട്ട് ഒരു നോൺ ഓഡിറ്റ് സർവീസ് കൊടുക്കാൻ പാടില്ല ആർക്ക്? ഒരു ഓഡിറ്റ് ക്ലയന്റിന് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻ കേസ് എങ്ങാനും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അവർ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം? ആസ് പെർ ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട് അത് പെർഫോം ചെയ്യാൻ പാടില്ല. ലോക്കൽ ലെജിസ്ലേഷൻ അലോ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇൻ സച്ച് എ കേസ് ഓഡിറ്റർ എന്ത് ചെയ്യുക? മാനേജ്മെന്റിന്റെ ഓഡിറ്റർ ദോസ് ചാർജ് വിത്ത് ഗവേണൻസും ഓഡിറ്റ് കമ്മിറ്റി ആയിട്ട് ഈ കാര്യം കൺവേ ചെയ്യണം. അവരുമായിട്ട് എന്ത് സംസാരിക്കുക? ഈ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയാം. ക്ലിയർ ആയോ? Yes, sir. പക്കാ? Yes, sir. Alright. അപ്പൊ ഇത്രയായിരിക്കും നമ്മൾ എത്തിക്കൽ ഇഷ്യൂസ് പറയുന്നുണ്ടാവുക. ഇത് പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. എത്തിക്കൽ ത്രെഡ്സിന്റെ നമ്മുടെ നോട്ട്സ് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞാണ് whenever you write a threat എപ്പോഴും ത്രെട്ട് ഐഡന്റിഫൈ ചെയ്യുക, ക്ലിയർലി ആ ത്രെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് മാത്രമേ ബാക്കി എഴുതാവുള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത എന്തായിരുന്നു റിക്വയർമെന്റ്? Discuss the principal audit procedures to be performed in relation to the segmental information to the group revenue. ഗ്രൂപ്പ് റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് സെഗ്മെന്റൽ ഇൻഫർമേഷന്റെ എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് whenever you get a question for the audit procedures അവിടെ നിങ്ങൾ എന്തൊക്കെ കൺസിഡർ ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ്മെന്റോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് റിട്ടേൺ റെപ്രസന്റേഷൻ വാങ്ങിക്കാം, എന്തൊക്കെയാണ് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് ആണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്, ബോർഡ് മിനിറ്റ്സ് എന്തിനൊക്കെയാണ് നോക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് ബാച്ച് ചെയ്യാൻ പറ്റുക, കറണ്ട് ഇയറും പ്രയർ ഇയറും ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് കൺസിഡർ ചെയ്യാം. ദെൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാനുണ്ടോ നോക്കുക, കറസ്പോണ്ടൻസ് എന്തൊക്കെയാണ് റിവ്യൂ ചെയ്യാനുള്ളത് നോക്കുക. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർലി ഡിസ്കസ് ചെയ്തിരുന്നു. പറയാം ഇവിടെ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും ചെയ്യാൻ പറ്റുക? വാട്ട് ഓൾ ആർ ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി പെർഫോം ബൈ ദ ഓഡിറ്റർ വിത്ത് ദിസ് റിഗാർഡ്? എന്തൊക്കെയായിരിക്കും ഇവിടെ സിനാരിയോയിൽ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? നമ്മളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു എന്തോ ഒരു പുതിയ സെഗ്മെന്റൽ ഇൻഫർമേഷന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ കഥ എന്തോ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. അവർ തന്നെ നിങ്ങൾക്ക് കുറെ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ പറ എന്തൊക്കെ ചെയ്യണ്ട? അപ്പൊ റീകാൽക്കുലേറ്റ് ചെയ്യാം. എന്താ റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ് 10% അച്ചീവ് ചെയ്താലല്ല അതൊരു ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് ആയിട്ട് ഇപ്പൊ കണക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? യു ക്യാൻ റീകാൽക്കുലേറ്റ് ദ റവന്യൂ ഫ്രം ദ ബ്രേക്ക് ഡൗൺ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബ്രേക്ക് ഡൗൺ പ്രൊവൈഡഡ്. അതായത് നിങ്ങൾക്ക് താഴെ തന്നേക്കുന്ന ബ്രേക്ക് ഡൗൺ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്ത് റവന്യൂവിന്റെ പെർസെന്റേജ് എടുത്ത് നോക്കുക. എന്തിനു വേണ്ട? ഇൻ ഓർഡർ ടു കൺഫേം ദാറ്റ് ദേ മീറ്റ് ദ criteria of 15% of the total revenue to be shown as a separate segment. പറയാലോ? ഓക്കെ ഗുഡ്. പിന്നെ വേറെന്താ? നിങ്ങൾ റിസ്ക് പറഞ്ഞതിന് ബേസ് ചെയ്ത് തന്നെ പറയാം, എളുപ്പം. നിങ്ങൾ പറഞ്ഞ വേറൊരു റിസ്ക് എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞു ഓൺ ബോർഡിംഗ് സെയിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇൻ അക്കോർഡൻസ് വിത്ത് IFRS 8 ആണോ എന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ, അത് കുറെ കൂടെ ജനറൽ ആയി പോകും. സ്പെസിഫിക്കലി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും വിത്ത് റിഗാർഡിംഗ് ദി സെയിം എമൗണ്ട്? മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്താൽ പോരെ? എക്സാക്ട്ലി പറഞ്ഞു തന്നെ. നിങ്ങൾ ഓവർ ദ മൈക്ക് പറയും കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുന്നത്? യു ക്യാൻ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. എന്തായിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത്? whether the amount of ongoing sales have to be shown as a separate segment and whether they are always getting an amount of more than 10% of the total revenue from that separate segment. Clear ayo? Okay. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക? നിങ്ങൾ റിസ്കുകൾ ഓരോന്നും പറഞ്ഞു പറ. നിങ്ങൾ അടുത്ത റിസ്ക് എന്തായിരുന്നു പറഞ്ഞത്? കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷം ഒരുപാട് കൂടി എന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? Perform analytical procedure by comparing. Perform analytical procedure by comparing prior year with the operating segmental revenue of the current year with that of the prior year. ബാക്കി എന്താ പറയേണ്ടത്? നമ്മൾ എന്തായിരുന്നു കോമൺ ആയിട്ട് പഠിച്ചു വെച്ച്? And investigate in case of any significant fluctuations. Okay, പിന്നെ വേറെന്താ പ്രോബ്ലം? വേറെന്താ പ്രോബ്ലം? അല്ലെങ്കിൽ വേറെന്താ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുക? എന്താ ചോദിക്കണ്ടേ ഇനി? വേറെന്താ? വേറെന്താ?
ബ്രേക്ക് ഡൗൺ ഓഫ് റവന്യൂ ചോദിക്കാം. എന്നിട്ട് മറ്റേ 15% റവന്യൂ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ? മറ്റേ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, പോയിന്റ് ഓൾറെഡി പറഞ്ഞല്ലോ. സർ കറസ്പോണ്ടൻസ് വിത്ത് ഗവൺമെന്റ്, കറസ്പോണ്ടൻസ് വിത്ത് ക്ലൈന്റ് ആൻഡ് ഗവൺമെന്റ് അവരൊരു സെഗ്മെന്റ് ഇത് ചെയ്യുന്നില്ലേ, ഇമ്പയർമെന്റ് ഒന്നുമില്ല, ഡിസ്കണ്ടിന്യൂഡ് ആയിട്ട്. ഓക്കെ. ഓക്കെ, അപ്പോ അവിടെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? പൈനിയർ കമ്പനിയുടെ റവന്യൂവിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കാൻ പറയാം. ഓക്കെ, റവന്യൂവിന്റെ ബ്രേക്ക് ഡൗൺ ഓരോ സെഗ്മെന്റ്സിന്റെ ബേസിൽ എടുക്കാം, പൈനിയർ കമ്പനിയുടെ എടുക്കാം. എന്നിട്ട് എന്താണെന്ന് നോക്കാൻ പറയാം. പൈനിയർ കമ്പനിയുടെ എത്രയാണ് സെഗ്മെന്റൽ ഇൻഫർമേഷൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയാം, എഗ്രി ചെയ്യാൻ പറയാം, കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാം. ഓക്കെ, ഫൈൻ. പിന്നെ ഏറ്റവും സിമ്പിൾ പോയിന്റ് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ 15% അവരെ 20% അഡ്വാൻസ് ഡെപ്പോസിറ്റ് ബുക്ക് ചെയ്യണത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രൊസീജർ ചെക്ക് ചെയ്യണ്ടേ? അത് പറയാം, പക്ഷെ അത് ബേസിക്കലി റവന്യൂവിന്റെ പ്രൊസീജിയേഴ്സിന്റെ അകത്ത് വരിക. ഇത് നമ്മളോട് ആ സെഗ്മെന്റൽ ഇൻഫർമേഷന്റെ മാത്രം സ്പെസിഫിക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഈ ചീഫ് 15% ഓപ്പറേറ്റിംഗ് ഡിസിഷൻ revenue മേക്കർ അവിടെ ഉണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്തൂടെ? ഏതായിരുന്നു? ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ ഓപ്പറേറ്റ് സെഗ്മെന്റ് ആവുമ്പോ അത് എന്താ പറയാ, അയ്യോ, സെഗ്മെന്റൽ ഇൻഫർമേഷൻ ആരാ റിവ്യൂ ചെയ്യേണ്ടത്? റിവ്യൂ ചെയ്യേണ്ടത് ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ. അങ്ങനെയാണ് അവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? അത് അവിടെ എക്സിസ്റ്റ് ചെയ്യണ്ടോ, അങ്ങനെ ഒരാൾ അങ്ങനെ ചങ്ങായി റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം അല്ലേ? നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് വെദർ എ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ ഹാവ് റിവ്യൂഡ് ദ സെഗ്മെന്റൽ ഇൻഫർമേഷൻ in order to ensure that the segmentation have been done in accordance with IFRS 8. Okay. Written representation പറയാൻ പറ്റുമോ? Sorry? Written representation obtain ചെയ്യാൻ എന്തിനെ കുറിച്ച് റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങേണ്ടത്? adequate disclosure provide ചെയ്തിട്ടുണ്ട്. IFRS 2 പ്രകാരം adequate disclosure provide ചെയ്തിട്ടുണ്ട്. IFRS 2 പ്രകാരം adequate amount of disclosures കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ അത് റിവ്യൂ ചെയ്യാൻ പറയാം. അങ്ങനെയാണ്. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, അത് പറഞ്ഞിട്ടില്ല നിങ്ങൾ എപ്പോഴും. IFRS 8 പ്രകാരം എന്താ മക്കളെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അടുത്ത്? സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സോറി സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. എന്നിട്ടോ എന്താ നിങ്ങൾ നോക്കിയത്? അത് നോക്കിയോ? സർ അത് ഡിസ്ക്ലോഷേഴ്സ് നോട്ട്സ് ആയിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞില്ലേ, റിവ്യൂ ചെയ്യാൻ. ഏറ്റവും ബേസിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ? അതായത് നിങ്ങൾ എന്താ നോക്കേണ്ടത്? എന്തൊക്കെയാണ് ഡിസ്ക്ലോഷേഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ആസ് പെർ IFRS 8 ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് നോക്കിയോ നിങ്ങള്? സർ ആദ്യം പറഞ്ഞായിരുന്നു. നമ്മള് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോ? ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, മിസ്സായതായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്താ പറയാൻ പറ്റുക? യു ക്യാൻ റിവ്യൂ ദ ഡിസ്ക്ലോഷർ നോട്ട്സ് ഇൻ റിലേഷൻ ടു ദ operating segments. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? In order to confirm whether they have disclosed all elements of the segmental information in accordance with IFRS 8 operating segments. Clear ആയോ? Is that clear everyone? Okay. ഈ 15% വല്ലതും വരുമോ സർ? 15% നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റോട്ട് ഡിസ്കസ് ചെയ്യാം. ഈ 15% ഓഫ് റവന്യൂ ഓഫ് ഓൺബോർഡിംഗ് സെയിൽ എന്തുകൊണ്ടാണ് അവർ റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാത്തത്, സെഗ്മെന്റൽ ഇൻഫർമേഷൻ ആയിട്ട് കാണിക്കാത്തത് എന്നുള്ള കാര്യം, അതേപോലെ തന്നെ ആ റീസൺസ് എന്താണോ അത് റീസണബിൾ ആണോ എന്ന് കൺസിഡർ ചെയ്യാൻ പറയാല്ലേ. ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കത്തില്ലേ? ഏതിന്റെ അകത്താ? ഈ റവന്യൂവിന്റെ അകത്ത് തന്നെ. അതായത് ഇതിന്റെ അകത്ത് എന്താണല്ലോ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി അവർ എന്ത് ചെയ്യണം? ഒരു പുതിയ സെഗ്മെന്റേഷൻ ആയിട്ടും കൂടെയാണ് കാണിക്കേണ്ടത്. അതായത് 80% ഓഫ് റവന്യൂ ഫ്രം ഈ ടിക്കറ്റ്സും അതേപോലെ തന്നെ 15% ഓഫ് റവന്യൂ ഫ്രം ഓൺ ബോർഡിംഗ് സെയിലുമായിട്ട്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ അകത്തുണ്ടായിരുന്നു. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഹലോ, 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത് നമ്മളോട് ഒരു 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഇൻ ദ പാർട്ട് ബി. സോ it is 1st July 2015. You are an audit manager in Westford & Co., a firm of chartered certified accountants. Your role includes performing post-issuance and quality reviews. You had been asked to review the work performed on reverse company for the financial year ended
31st July 2015. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ആണ് നിങ്ങൾ നടത്താൻ പോകുന്നത്. പക്ഷെ ഇത് പ്രീ ഇഷ്യൂൻസ് റിവ്യൂ ആണോ പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ആണോ? എന്താണ് പ്രീ ഇഷ്യൂൻസ് റിവ്യൂവും പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂവും? Hold water. ഈ Hold റിപ്പോർട്ട് and കൊടുക്കുന്നതിന് hold. മുമ്പ് കോൾഡ് ആൻഡ് ഹോട്ട് എന്ന് വെച്ചാൽ എന്താ? റിപ്പോർട്ട് പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ചെയ്യുക. പ്രീ ഇഷ്യൂൻസ് ആണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിരുന്നു. നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട പർപ്പസ്? പ്രീ ഇഷ്യൂൻസ് റിവ്യൂവിന്റെ പർപ്പസ് എന്തായിരുന്നു? അവര് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓഡിറ്റ് എവിഡൻസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പ്രീ ഇഷ്യൂൻസിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടായിരുന്നു. പോസ്റ്റ് ഇഷ്യൂൻസ് ആണെന്നുണ്ടെങ്കിലോ, അതായത് പ്രീ ഇഷ്യൂൻസ് ആണെങ്കിൽ ഓഡിറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനാണ് പ്രീ ഇഷ്യൂൻസ് റിവ്യൂ ചെയ്യുക. പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ആണെന്നുണ്ടെങ്കിലോ ഓവറോൾ നോക്കാൻ ക്വാളിറ്റി ആപ്റ്റ് ആണോ നോക്കാൻ. ഓക്കെ ഫൈൻ, അതിന് വേണ്ടിയിട്ടായിരിക്കും പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ചെയ്യുന്നുണ്ടാവുക. ഫൈൻ. ഇനി പറ, ഇവിടെ ആസ് പാർട്ട് ഓഫ് ദിസ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മളോട് പറഞ്ഞേക്കാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി സ്ക്രീനിലാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ ടീം ആൻഡ് ഫീസ് എന്ന് പറഞ്ഞൊരു ഏരിയ തന്നിട്ടുണ്ട്. ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് ഗോ ത്രൂ ദ സിനാരിയോ. Evaluate the quality of the planning and performing the audit of reverse company, discussing quality control, ethical and professional issues. നിങ്ങളോട് പറഞ്ഞു ഈ റിവേഴ്സ് കമ്പനിയുടെ ഓഡിറ്റ് പ്ലാനും പെർഫോമും ചെയ്തേക്കുന്നത് റിവ്യൂ ചെയ്യണം. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തൊക്കെയാണുള്ളത് അത് നോക്കണം. റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണോ അതും പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. 5 മാർക്സ് പ്രൊഫഷണൽ മാർക്സ് ഉണ്ട് ആസ് യൂഷ്വൽ. ആൻഡ് നമുക്ക് തന്നേക്കുന്ന സിനാരിയാണ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറഞ്ഞേക്കുന്നത് എന്താ നോക്കിയേ? ആദ്യം പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് വിത്ത് റിഗാർഡിംഗ് ദ ഓഡിറ്റ് ടീം ആൻഡ് ഫീസ്. Reverse company is a listed company operating in the construction industry. Company complies with corporate governance regulation and has an audit committee. A reverse company has been a client of Welford & Co for 8 years. Bob Newbold has been new engagement partner during the time. Reverse company's audit reports was signed by Bob Newbold last week. Report contained an unmodified opinion. Westford and Company requires its all staff required each hour they spend working on the client, the first time management system. From reviewing the time records relating to to the audit of reverse company, you are aware that Bob and the other audit team members recorded the following amount of time on audit. Bob Newhold, the engagement partner, spent 2 hours. Senior manager has spent 6 hours. Audit manager have spent 35 hours and audit assistant have spent 130 hours. Total time spent is 173 hours. അപ്പൊ നമ്മളോട് ഇത്രയും നേരം കൊണ്ട് എന്താ പറഞ്ഞു? അവർ പറഞ്ഞു റിവേഴ്സ് കമ്പനി എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ദെൻ അവർ കോർപ്പറേറ്റ് ഗവർണൻസ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ദെൻ അവർക്ക് ഒരു ഓഡിറ്റ് ക്ലയന്റ് ഉണ്ട്, വെൽഫോർഡ് ആൻഡ് കോ. 8 years ആയിട്ട് ഇവരുടെ ക്ലയന്റ് ആണ്. ബോബ് ന്യൂബോൾഡ് എന്ന് പറയുന്ന ആള് എൻഗേജ്മെന്റ് പാർട്ണർ ആണ്. ദെൻ നമ്മളോട് പറഞ്ഞു അവര് വർക്ക് ചെയ്തേക്കുന്ന അവേഴ്സ് ആണ് നമുക്ക് തന്നേക്കുന്നത് ഓരോരുത്തരും. It is apparent from your review that almost all the detailed review of audit working papers was completed by Anessa Kinton, who have evidenced her review by stating final review on each page of the audit file. She has recently been promoted to the audit manager. You are also aware that Bob Newbold booked a total of 40 hours to reverse company in respect of no audit work. Only information you find in the documentation is that non-audit work related to specific investigation. Bob confirms that this is not create any threat to objectivity. The total fee charged for the audit was 2,50,000. The fee for special investigation was 8,90,000. It's a very simple case, അല്ലേ? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സ് അവർ തന്നെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ പറ, എന്തൊക്കെ റിസ്കുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ത്രെട്ടുകളാണ്, എന്തൊക്കെ പ്രൊഫഷണൽ ഇഷ്യൂസ് ആണ് ഇവിടെ ഉള്ളത്? ഫെമിലിയാരിറ്റി. എവിടെ ഫെമിലിയാരിറ്റി ത്രെട്ട് ഉള്ളത്? 8 year ആയിട്ട് ഓഡിറ്റ് ക്ലയന്റ് ആണ്. റിവേഴ്സ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ക്ലയന്റ് കമ്പനി എത്ര നാളായിട്ട് ഓഡിറ്റ് ക്ലയന്റ് ആണെന്ന് പറഞ്ഞു? 8 years ആയിട്ട് ഓഡിറ്റ് ക്ലയന്റ് ആണ്. സോ when we are having long term association with the client, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്ത് ത്രെട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക? ഫെമിലിയാരിറ്റി ത്രെട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഫെമിലിയാരിറ്റി ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി വരും. ഇനി
ഓഡിറ്റ് ഫേമിന് എന്തെങ്കിലും ഇത്ര വർഷം ലിമിറ്റേഷൻ ഉണ്ടോ? അതോ ഉണ്ട്. നമ്മുടെ ഓഡിറ്റർക്ക് നമ്മുടെ അകത്ത് അങ്ങനെ സ്പെസിഫിക്കലി പറയുന്നില്ല. നമ്മുടെ അകത്ത് പറയുന്ന ക്ലയന്റിന്റെ എൻഗേജ്മെന്റ് പാർട്ണറിന് 7 years ആണ് ഉള്ളത്. അതൊക്കെ അതല്ല, ഓഡിറ്റ് കമ്പനി years ആണ് ഉള്ളത്. 7 + 7. കമ്പനിക്ക് എങ്ങനെയാണ് 7 + ഓഡിറ്റ് 7. ഫേമിന്? 7 + 7. ഓക്കെ. പിന്നെ അവിടെ നിങ്ങൾ പറയുന്ന സമയത്ത് അപ്പൊ എന്ത് പറയണം? നിങ്ങൾ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യണം. Bob Newholt is being acting as an audit partner for the firm for the last 8 years. As per ACCA Code of Ethics and Conduct, the company should hire a same audit partner only for a maximum of 7 years. And the auditor should take a cooling off period. എത്രയായിരുന്നു? Engagement partner cooling off period എത്രയായിരുന്നു? 2 years. 2 years ആണ് engagement partner cooling off period. അല്ല 5 years after working continuously for the 7 years with the same assurance client. However, ഇവിടെ നിങ്ങൾ എന്ത് പറയാ? Bob has been an auditor for the same client for the 8th year now. So definitely it might create familiarity threat to objectivity. കാരണം എന്താന്ന് പറയാ? ബോബാണ് 8 years ചെയ്തതെന്ന് പറയുന്നില്ല. ദിസ് ടൈം മാത്രമല്ല, ഡ്യൂറിംഗ് ദിസ് ടൈം മാത്രമല്ലേ പറയുള്ളൂ. സോറി, ബോബ് ന്യൂബോൾഡ് തന്നെയാണ് 8 years ഉണ്ടായതെന്ന് പറയുന്നില്ലല്ലോ. നമ്മൾ അവിടെ അസ്യൂം ചെയ്യാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല മാറിയിട്ടുണ്ടെന്ന്. പറയുന്നുണ്ടല്ലോ സാർ. ഡ്യൂറിംഗ് ദിസ് ടൈം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതായിരുന്നു? അവിടെ പറയുന്നുണ്ടല്ലോ. ഡ്യൂറിംഗ് ദിസ് ടൈം മാത്രം. അതായത് റിവേഴ്സ് ആൻഡ് കമ്പനി ഹാസ് ബീൻ ക്ലയന്റ് ഓഫ് വെൽഫോർഡ് ആൻഡ് കമ്പനി ഫോർ ദ 8 years. ബോബ് ന്യൂഹാൾട്ട് ഹാസ് ബീൻ ദ എൻഗേജ്മെന്റ് പാർട്ണർ ഡ്യൂറിംഗ് ദിസ് ടൈം. അതായത് ഈ 8 years ഇവർ തന്നെയാണല്ലോ പറഞ്ഞേക്കുന്നത്. ഈ ഇയർ മാത്രമല്ല, അല്ല, ഡ്യൂറിംഗ് ദ ഇയർ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഡ്യൂറിംഗ് ദിസ് ടൈം, അതായത് ഓവർ ദ 8 year പീരീഡ്. മനസ്സിലായോ? ഓക്കെ. അവിടെ നമ്മളോട് സ്പെസിഫിക്കലി പറയാണ് കറണ്ട് ഇയറിലാണ് അപ്പോയിന്റഡ് ആയേക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അവിടെ പറയണ്ട. കാരണം എന്താ നമ്മൾ പറയാറ്? നമ്മുടെ എത്തിക്കൽ ത്രെട്ടിന് സേഫ് ഗാർഡ് ആയിട്ട് പറയാറുള്ള പോയിന്റ് ആണ് 7 years സെയിം പേഴ്സൺ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 8th year നമുക്ക് എന്ത് ചെയ്യാന്ന് പാർട്ട്ണർ റൊട്ടേഷൻ ചെയ്തിട്ട് എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇവിടെ ഫെമിലിയാരിറ്റി ത്രെഡ് ടു ഒബ്ജക്ടിവിറ്റി വരും എന്നുള്ള കാര്യം പറയാം. അങ്ങനെ ഫെമിലിയാരിറ്റി ത്രെഡ് ടു ഒബ്ജക്ടിവിറ്റി എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക? ഓഡിറ്റർക്ക് പ്രൊഫഷണൽ ജഡ്ജ്മെന്റോ സ്കെപ്റ്റിസിസമോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിൽ ലോങ് ടേം അസോസിയേഷൻ വിത്ത് ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ സോ ഓട്ടോമാറ്റിക്കലി ദർ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഓഡിറ്റർ പല ഏരിയയിലും ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഡ്യൂ ടു ദ ഫെമിലിയർ റിലേഷൻഷിപ്പ് വിത്ത് ക്ലയന്റ് കമ്പനി ഓഡിറ്റർ എന്ത് ചെയ്യാൻ വില്ലിങ് ആവില്ല. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പറയാൻ വില്ലിങ് ആവില്ല. സോ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിക്കൽ ത്രെട്ട് ഉണ്ടാവും. പിന്നെ അവിടെ സെയിം വേറെ എന്തെങ്കിലും ത്രെട്ട് വരാൻ ചാൻസ് ഉണ്ടോ? Yeah, they can also be chances of having self-interest threat. കാരണം നമ്മൾ പഠിച്ചായിരുന്നു ലോങ് ടേം അസോസിയേഷൻ വിത്ത് ക്ലയന്റ് കാരണം കൊണ്ട് ക്ലയന്റിന്റെ ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഓഡിറ്റർ ബില്ലിംഗ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവും? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ഉണ്ടാവും. ഓക്കെ. പിന്നെ വേറെ എന്താ ഇവിടെ സിനാരിയോക്കകത്ത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബോബ് ന്യൂബോൾഡ് ബാക്കിയുള്ള 40 hours സ്പെൻഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? നോൺ ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോൺ ഓഡിറ്റ് സർവീസ് എന്താന്നുള്ളത് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവരാകെ നമ്മളോട് പറയുന്നത് എന്ത് മാത്രമാ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ന് മാത്രമാണ്. സോ ഇതൊരു ലിസ്റ്റഡ് കമ്പനി ആണോ? അതെ. അതൊരു ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് എൻഗേജ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അതുതന്നെ ഓഡിറ്റ് എൻഗേജ്മെന്റ് പറ്റില്ല. അങ്ങനെ ലിസ്റ്റ് ക്ലയന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ ത്രെഡ് ടു ഒബ്ജക്ടിവിറ്റി വരും. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രൈമറി ആയിട്ട് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? സെൽഫ് റിവ്യൂ ത്രെഡ് ടു ഒബ്ജക്ടിവിറ്റി വരും. ശരിയല്ലേ? കാരണം അവിടെ ഉണ്ടാവാൻ റീസൺ എന്തായിരിക്കും? സെൽഫ് റിവ്യൂ ത്രെഡ് ഇവർ ചെയ്യുന്ന ആ സ്പെസിഫിക് വർക്ക് എന്താണോ നമുക്ക് എന്താണെന്നറിയില്ല. ആ സ്പെസിഫിക് വർക്ക് ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആരാണോ എൻഗേജ്മെന്റ് പെർഫോം ചെയ്ത ബോബ് ഹാലൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ അഷുറൻസ് സർവീസും ചെയ്തു നോൺ അഷുറൻസ് സർവീസും ചെയ്ത് കൊടുത്തേക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി അവിടെ സെൽഫ് റിവ്യൂ ത്രെഡ് ടു ഒബ്ജക്ടിവിറ്റി വരും. പെർഫെക്റ്റ്. പിന്നെ വേറെന്താ പറയാൻ പറ്റുക? പ്രൊഫഷണൽ ബിഹേവിയർ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും. അത് പ്രൊഫഷണൽ കോമ്പിറ്റൻസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ കോമ്പിറ്റൻസ്. നമ്മുടെ ക്ലയന്റിന്റെ അടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കോഡ് ഓഫ് എത്തിക്സ് ബ്രീച്ച് ചെയ്ത് പ്രൊഫഷണൽ ബോഡിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതെന്തായി മാറുന്നത്? It will be against the professional behavior. പ്രൊഫഷണൽ ബോഡി അഫക്റ്റ് ചെയ്തില്ല സാർ. ഇവിടെ കൊടുക്കാൻ പറ്റാഞ്ഞിട്ടും ഇവര് കൊടുക്കുവാണെങ്കിൽ
അത് ഡിസ്ക്രെഡിറ്റ് ആയിട്ട് വരില്ല. ഇല്ല അല്ലേ? ഓക്കെ, അത് ത്രെഡ്സ് ടു ഒബ്ജക്ടിവിറ്റി ആയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുക. പ്രൊഫഷണൽ ഇഷ്യൂ അഗൈൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി ആയിരിക്കും അത്. അവിടെ ഏതാ റിലേറ്റഡ് ആയിട്ടുള്ള ത്രെട്ട് വരുന്ന? ഈസി ത്രെട്ട് ആണ്. ഏതാ? ഈ ഓഡിറ്റ് മാനേജർ ന്യൂലി അപ്പോയിന്റ്മെന്റ്. അങ്ങോട്ട് പോണ്ട. ഇവിടെ തീർത്തിട്ട് പോവാം നമുക്ക്. ഇവിടെ വേറെ എന്താ പ്രോബ്ലം? ഫീസ് നോൺ ഓഡിറ്റ് സർവീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫീസ് നോൺ ഓഡിറ്റ് സർവീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്താ? എത്രയാ? ഹയർ ഫീസ് ആണ്. ഹയർ ഫീസ് ആണ്. ഹയർ ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 3 times ഓഫ് ഓഡിറ്റ് ഫീ ആണ് അവർ എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നത്? നോൺ ഓഡിറ്റ് സർവീസിന് വേണ്ടി കൊടുക്കുന്നത് അല്ലെ? അതായത് 2,50,000 മാത്രമാണ് ഓഡിറ്റ് ഫീ. 8,95,000 ആണ് അവർ എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വർക്ക് അല്ലേ അത്? അതുകൊണ്ടല്ലേ അത്രയ്ക്ക് ഹ്യൂജ് എമൗണ്ട് വരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ത്രെട്ട് ആയിരിക്കും വരിക? സെൽഫ് ഇൻട്രസ്റ്റ് ടു ഒബ്ജക്ടിവിറ്റി വരും. കാരണം എന്താണ്? ഫീ ഡിപ്പെൻഡൻസി വരും. ശരിയല്ലേ? കാരണം ഇത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഉള്ള എമൗണ്ട് പേ ഓഫ് ചെയ്യുന്ന ഒരു ക്ലയന്റിന് എഗനിസ്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഓഡിറ്റർ വില്ലിംഗ് ആവുമോ? ഇല്ല. 3 times ഓഫ് ദി ഓഡിറ്റ് ഫീസ് ആണ് ഓഡിറ്റർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ വിൽ നോട്ട് ബി വില്ലിംഗ് ടു ടോക്ക് അഗൈൻസ്റ്റ് ദ ക്ലയന്റ് കമ്പനി ഈവൻ ഇഫ് ദേർ ആർ മൾട്ടിപ്പിൾ മിസ്റ്റേക്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ അവിടെ തന്നെ ഫീ ഡിപ്പെൻഡൻസി കാരണം കൊണ്ട് ത്രെട്ട് ഉണ്ടാവും. അവിടെ അത് പ്രോപ്പർലി അവർ വർക്ക് പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി അടുത്ത് പറഞ്ഞു വേറെന്താ പ്രോബ്ലം? വേറെന്താ സിനാരിയോ? വേറെ പ്രോബ്ലം ഒന്നും ഇല്ലേ? ഓഡിറ്റ് മാനേജർ ആകെ കൂടി 2 hour. നമ്മുടെ മൊത്തം എൻഗേജ്മെന്റിന്റെ ടൈം എത്രയായിരുന്നു? 173 hours. അതിനകത്ത് ആകെ 2 hours ആണ് ആര് സ്പെൻഡ് ചെയ്തേക്കുന്നത്? എൻഗേജ്മെന്റ് പാർട്ണർ സ്പെൻഡ് ചെയ്തേക്കുന്നത് അല്ലേ? ദെൻ ആ 2 hours എൻഗേജ്മെന്റ് പാർട്ണർ സ്പെൻഡ് ചെയ്തു. ബാക്കി അവേഴ്സ് ഒക്കെ ആരാ സ്പെൻഡ് ചെയ്തേക്കുന്നത്? ഓഡിറ്റ് അസിസ്റ്റൻസും ഓഡിറ്റ് മാനേജറും കൂടെയാണ് മേജർ അവേഴ്സ് എല്ലാം സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഓഡിറ്റ് മാനേജറുടെ ഡ്യൂട്ടി എന്തായിരുന്നു നിങ്ങളോട് പറഞ്ഞേക്കുന്നത്? അവരാണ് ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്തേക്കുന്നത്. എല്ലാ വർക്കിംഗ് പേപ്പറിന്റെ തന്നെ ഡീറ്റെയിൽഡ് റിവ്യൂ അവരാണ് ചെയ്തേക്കുന്നത്. അവർ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്? ഫൈനൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ പേജിന്റെ മേലെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരിനെ പുതിയതായിട്ടാണ് ഓഡിറ്റ് മാനേജർ ആക്കിയത്. അങ്ങനെയാണ് ഈ വർക്ക് എല്ലാം ചെയ്തേക്കുന്ന ആരായിരിക്കും? ഓഡിറ്റ് മാനേജർ ആയിരിക്കും ചെയ്തേക്കുന്നത്. അയാൾ ഫുൾ ടൈം ആയിരിക്കും ചെയ്യുന്നതാണ്. അസിസ്റ്റൻസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ശരിയല്ലേ? കാരണം ടൈമിംഗ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം 130 hours ആണ് അസിസ്റ്റൻസ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, സോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യമേ പറ. എന്തൊക്കെയാ ആ പോസിബിലിറ്റിയാണ് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് ആൻസർ ആക്കുന്നത്? എന്തൊക്കെയാ പോസിബിലിറ്റി? പ്രോപ്പർ ആയിട്ട് റിവ്യൂ റെസ്പോൺസിബിലിറ്റി നടന്നിട്ടില്ല. കാരണം എന്താ? റീസെന്റ് പ്രൊമോട്ടർ ആയിട്ടുള്ള ആളാണ് ഫുൾ റിവ്യൂ നടത്തിയേക്കുന്നത്. അതിനുശേഷം അത് റിവ്യൂ നടന്നിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ ക്ലിയർലി നമ്മുടെ അടുത്ത് പറഞ്ഞു അവർ റിവ്യൂ ചെയ്തതിനു ശേഷം എല്ലാ ഫയലിന്റെ മേലെ അവർ എഴുതിയിട്ടുണ്ടെന്ന് ഫൈനൽ റിവ്യൂ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഫെർദർ റിവ്യൂ ആരും നടത്തിയിട്ടില്ല. പിന്നെ വേറെന്താ പ്രോബ്ലം? സെൽഫ് റിവ്യൂ വരില്ല. വേറെന്താ പ്രോബ്ലം? ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് അല്ല. ക്വാളിറ്റി കൺട്രോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ആലോചിച്ച് നോക്ക്. അവര് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടായിരിക്കും വർക്ക് പെർഫോം ചെയ്തേക്കുന്നത്. ഇവിടെ അല്ല. ഇവിടെ അവരെങ്ങനെ വർക്ക് ചെയ്തേക്കുന്നത്? നമ്മൾ പറഞ്ഞു 130 hours സ്പെൻഡ് ചെയ്തേക്കുന്ന ആരാ? ഓഡിറ്റ് അസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി സിഗ്നിഫിക്കന്റ് ഏരിയാസ് ഒക്കെ ആര് കൈവച്ചിട്ടുണ്ടാവും? ഓഡിറ്റ് അസിസ്റ്റൻസ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഏരിയാസ് ഓരോന്നും റിവ്യൂ ചെയ്യേണ്ടത് ആരാണ്? ഓഡിറ്റ് മാനേജർ ആണ്. ഓഡിറ്റ് മാനേജർ പെർഫോം ചെയ്ത വർക്ക് റിവ്യൂ ചെയ്യേണ്ട ആരാ? സീനിയർ മാനേജേഴ്സും ഫൈനൽ റിവ്യൂ നടത്തുന്ന ആരാണ്? എൻഗേജ്മെന്റ് പാർട്ണറുമാണ്. ഇവിടെ ഏതെങ്കിലും റിവ്യൂ നടന്നിട്ടുണ്ടോ? ഇല്ല. ഓഡിറ്റ് മാനേജർ ആണ് ഫൈനൽ റിവ്യൂ നടത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് അല്ല. അതുപോലെ തന്നെ ഓഡിറ്റ് പ്രോപ്പർലി എന്തായിരിക്കില്ല? റിവ്യൂഡ് ആയിരിക്കില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആയോ? ഇത് നമ്മൾ പ്യൂർലി റിവിഷൻ കിറ്റിന്റെ ബേസിസിലല്ല, അല്ലെങ്കിൽ നമ്മുടെ എക്സാം സജഷൻ ആൻസേഴ്സിന്റെ ബേസിലല്ല ഞാൻ ഈ പറയുന്നത്. പ്യൂർലി ഇറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് വാട്ട് വി ലേൺഡ് ഇൻ ദ ക്ലാസ്. നമ്മൾ ഈ സെയിം കാര്യം തന്നെ അല്ലായിരുന്നു പഠിച്ചത്. പ്രിൻസിപ്പിൾ അല്ലേ? ഏതായിരുന്നു? ക്വാളിറ്റി കൺട്രോളിന്റെ 6 പ്രിൻസിപ്പിൾസ്. പക്ഷെ ക്വാളിറ്റി കൺട്രോളിന്റെ പ്രിൻസിപ്പിളിന് പുറമെ നമ്മൾ ആ ക്രൈറ്റീരിയ പഠിച്ചില്ലായിരുന്നോ? അതായത് എന്തൊക്കെയാ ഫോളോ ചെയ്യേണ്ടതെന്ന്?
ISS ഫോളോ ചെയ്തിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ് സൂപ്പർവൈസ്ഡ് ആൻഡ് framework. റിവ്യൂഡ് ആണോ, സ്റ്റാൻഡേർഡ് ആ. ഫോളോ ചെയ്യുന്നോ, അതൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ടൈം കൺസ്ട്രെയിന്റ് ഉണ്ടായിരുന്നോ, ഇവിടെ ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ശരിയല്ലേ? Yes. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതും പറയാൻ വേണമെങ്കിൽ ഇന്റിമിഡേഷൻ ത്രെറ്റിന്റെ കാര്യം പറയാം. ഇവിടെ ഇന്റിമിഡേഷൻ ത്രെറ്റുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഓഡിറ്റിന് വേണ്ടിയിട്ട് ഈ ന്യൂ ബോൾഡിന് ആഡിക്വേറ്റ് ടൈം ഉണ്ടായിരുന്നു ഓഡിറ്റ് ചെയ്യാൻ? No. ന്യൂ ബോൾഡിന് ആഡിക്വേറ്റ് ടൈം ഉണ്ടോ വർക്ക് ചെയ്യാൻ? ഇയാൾ ചെയ്യണം എന്ന് വെച്ചാലും ചെയ്യാൻ ഇല്ല. കാരണം ആ ചങ്ങായിക്ക് അതൊക്കെ 2 hours കിട്ടിയിട്ടുള്ളൂ വർക്ക് ചെയ്യാൻ. കാരണം എന്താ, ബാക്കി 40 hours പുള്ളി എന്തിനു പോയതായിരുന്നു? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കൊടുക്കാൻ പോയതായിരുന്നു. ആസ് ഹി ഈസ് ഗെറ്റിംഗ് ഹൈ എമൗണ്ട് ഓഫ് റവന്യൂ ഫ്രം ദാറ്റ് വർക്ക്. So automatically there can be chances that he might not have properly worked on the client's engagement. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തിന് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും ഇത് വരുന്നുണ്ടാവുക? ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ത്രെറ്റ്സ് ടു ഇന്റിമിഡേഷൻ, ശരിയല്ലേ? കാരണം എന്താണ്, അവിടെ ഓഡിറ്റ് ടൈം പ്രഷർഡ് ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സഫിഷ്യന്റ് ടൈം അവർ ഡിവോട്ട് ചെയ്തിട്ടില്ല. സോ അവർ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ പ്രോപ്പർലി റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ ആ ത്രെറ്റ് ഉണ്ടാവും എന്ന് പറയാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? Yes, sir. Yes, sir. From reviewing the audit working papers, you are aware that going concern was identified as a significant audit risk at the planning stage of audit due to low profit margin or losses being made on many of the company's construction contracts, increasing economic uncertainty. The company typically has 20 contracts ongoing at any time. Most of the audit work on going concern was performed by Mary Loxley, an audit assistant who has just taken her last professional exam and is not yet qualified. Majority of the audit work performed on going concern focused on review of 5 major contracts to determine the profitability. Management of reverse company identified the major contracts for review and provided Mary with forecasts indicating the contract which would make a small profit. Mary confirmed that the assumptions used in the forecast agreed to assumptions used in the previous years. Mary also used the firm's data analytics tools to confirm the mathematical accuracy of the forecast, that the assumptions set out management had appropriately reflected in the forecast. Following this work, Mary concluded that the contract which she had reviewed support the going concern status of the company. Having reviewed these major contracts, Mary completed the conclusion on going concern, stating that there are no significant uncertainty over going concern. Mary commented that the effectiveness of the data analytics tool, she had to record 8 hours in relation to the work she performed on going concern. Then, പറയും, ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യാം. ഒറ്റ കഥയാണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. എന്താ ഇവിടുത്തെ പ്രോബ്ലം? Going concern perform. Going concern significant risk ആണ്. അത് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ജഡ്ജ്മെന്റൽ ഏരിയ ആണ് ഇത് ഗോയിങ് കൺസേൺ. അത്രയും വലിയ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഉള്ള ഏരിയയെ ഗോയിങ് കൺസേൺ ആണ് ഇവർ ആർക്കെടുത്ത് കൊടുത്തേക്കുന്നത്? പ്രൊഫഷണൽ എക്സാം മാത്രം എഴുതി ഇതുവരെ ക്വാളിഫൈഡ് ആവാത്ത ഒരു ഓഡിറ്റ് അസിസ്റ്റന്റിന് കൊടുത്തേക്കുന്നത്. ദാറ്റ് ടു ഈ കമ്പനി ശരിക്കും ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണോ? ആണോ? അയ്യോ, നിങ്ങൾ എന്ത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളോട് ഇവിടെ എന്തായിരുന്നു പറഞ്ഞത്? ഗോയിങ് കൺസേൺ അവരെന്താ പറഞ്ഞത്? ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ റിവ്യൂ ചെയ്ത സമയത്ത് പ്ലാനിംഗ് സ്റ്റേജിൽ അവർ പറഞ്ഞു വെച്ചിരുന്നത് എന്താണ്? ലോ പ്രോഫിറ്റ് മാർജിൻ ഉള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് കുറെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ് എന്തുണ്ട്? ലോസസ് ഉണ്ട്. ദെൻ ഇക്കണോമിക് അൺസർട്ടനിറ്റി കൂടുതലാണ്. സോ ഗോയിങ് കൺസേൺ അവിടെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള സിഗ്നിഫിക്കന്റ് റിസ്ക് ഉണ്ടെന്ന് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ടാണ് അവർ ആർക്കെടുത്ത് കൊടുത്തേക്കുന്നത്? പ്രൊഫഷണൽ എക്സാം പോലും പാസ്സാവാത്ത ഒരാൾക്കെടുത്ത് കൊടുത്തേക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിലും വലിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇത് ഓരോ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അടുത്ത പ്രശ്നം എന്താ കണ്ടേ മക്കളെ? ഇവിടെ നിങ്ങൾ വേറെ പ്രശ്നങ്ങളില്ലേ? മാനേജ്മെന്റ് സെലക്ട് ചെയ്ത് കൊടുത്താണ്. മൊത്തം 20 കോൺട്രാക്ട് ആയിരുന്നു റിവ്യൂ ചെയ്യാനുണ്ടായിരുന്നത്. അതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്തേക്കുന്ന ആരാ? മാനേജ്മെന്റ് ആണ്. ബാക്കി കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുള്ളത് ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാനേജ്മെന്റ് ആണോ ഏത് സാമ്പിൾ വേണമെന്ന് സെലക്ട് ചെയ്യാനായിട്ട്? അല്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓഡിറ്റർ മാനേജ്മെന്റിന്റെ വർക്കിന്റെ അത് കയറി ഇൻവോൾവ് ചെയ്യിക്കാൻ പാടില്ല. അത് അവർ ചെയ്യിച്ചു. പിന്നെ അതോടെ പ്രശ്നം കഴിഞ്ഞോ?
ഇല്ല, ഒരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവണം റിസ്കിനെ ബേസ് ചെയ്തിട്ട്. ഓഡിറ്റ് പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കണം അവർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. അങ്ങനെയാണ് ഇവർ ചെയ്തേക്കുന്നത്? അല്ല. ഇവർ നടത്തിയേക്കുന്ന റിവ്യൂ പ്രോപ്പർ ആണോ? ഗോയിങ് കൺസേൺ റിവ്യൂ ചെയ്യുമ്പോൾ സാമ്പിൾ ഓഫ് ട്രാൻസാക്ഷൻസ്, സാമ്പിൾ ഓഫ് കോൺട്രാക്ട് എടുത്തിട്ടാണോ ഗോയിങ് കൺസേൺ റിവ്യൂ നടത്തേണ്ടത്? ഇവർക്ക് 20 മേജർ കോൺട്രാക്ട് മാത്രമുള്ള കമ്പനിയാണ്. അവരുടെ അതിന്റെ അകത്തുനിന്ന് 5 എണ്ണം എടുത്തിട്ടാണ് റിവ്യൂ നടത്തേണ്ടത്. കമ്പനി നടത്തിയിട്ടുള്ള ഗോയിങ് കൺസേൺ അസസ്മെന്റിനെ വേണം നമ്മൾ. ഗോയിങ് കൺസേൺ അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ കമ്പനിയുടെ സിഗ്നിഫിക്കന്റ് അസസ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ആസ്പെക്ട്സും കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. ശരിയല്ലേ? അപ്പോ എല്ലാ കോൺട്രാക്ട്സ് അവർ റിവ്യൂ ചെയ്തിട്ടുണ്ടാവണം, ഇറസ്പെക്റ്റീവ് ഓഫ് സ്മോൾ ഓർ ലാർജ്. അപ്പോൾ അവർ എന്താ ചെയ്തേക്കുന്നത്? ആകെ 5 എണ്ണം റിവ്യൂ ചെയ്തിട്ടുള്ളൂ. അത് ഏത് റിവ്യൂ ആണെന്ന് ആര് പറഞ്ഞു കൊടുത്തു? മാനേജ്മെന്റ് പറഞ്ഞു കൊടുത്തു. അത് മാത്രമാണ് റിവ്യൂ ചെയ്തേക്കുന്നത്. പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? അപ്പൊ പ്രോബ്ലം ആയിട്ട് ഓക്കെ. പിന്നെ വേറെ എന്താ പ്രോബ്ലം? എന്ന് പറയുന്നത് ആക്യുറസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീകാൽക്കുലേഷൻ മാത്രമാണ്. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല പ്രൊസീജിയർ. അപ്പോ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഗുഡ്. അവർ പറഞ്ഞു ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്തേക്കുന്നത് എന്തിനാണ്? മാത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ഫോർകാസ്റ്റ് മാത്രം ചെക്ക് ചെയ്യാനായിട്ടാണ്. അസംഷൻസ് മാനേജ്മെന്റ് സെറ്റ് ചെയ്തേക്കുന്നത് എന്താണോ നോക്കി അവര് ഫോർകാസ്റ്റിന്റെ ബേസിസ് കറക്റ്റ് ആണോ നോക്കി എന്ന് പറഞ്ഞു. അത് ബേസ് ചെയ്ത് അവരെ ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്ത് മാത്തമാറ്റിക്കൽ ആക്യുറസി മാത്രമാണ് പെർഫോം ചെയ്തത്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് അവർ മാനേജ്മെന്റിന്റെ അസംഷൻസ് നോക്കുന്ന സമയത്ത് ഈ എല്ലാ കോൺട്രാക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസംഷൻസും റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അസംഷൻസ് റിലേറ്റിംഗ് ടു ദ ഗോയിങ് കൺസേണിനെ കുറിച്ച് നമുക്ക് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറെ എന്തെങ്കിലും മേജർ പ്രോബ്ലം ഉണ്ടോ? റിവ്യൂ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവര് ചെയ്ത വർക്ക് റിവ്യൂ ചെയ്തിട്ടില്ല സീനിയർ. ഓക്കെ, ഇവര് ചെയ്തേക്കുന്ന വർക്ക് റിവ്യൂ ചെയ്തിട്ടില്ല. പിന്നെ വേറെ എന്താ പ്രോബ്ലം? ആകെ 8 മണിക്കൂർ മാത്രമേ ഇവര് വർക്ക് ചെയ്തിട്ടുള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. അവർ നിങ്ങളുടെ അടുത്ത് ഡയറക്ട്ലി പറഞ്ഞു ഇത്രയും വലിയൊരു എൻഗേജ്മെന്റ്, അവിടെ 20 കോൺട്രാക്ട് ഉണ്ട് റിവ്യൂ ചെയ്യാൻ. ഡേറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ഓഡിറ്റ് അസിസ്റ്റൻസിൽ 8 മണിക്കൂർ കൊണ്ട് വർക്ക് മൊത്തം ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. ആഡിക്വലി വർക്ക് പെർഫോംഡ് ആയിരിക്കും? അപ്പോ ഇല്ല. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സും പിക്ക് ചെയ്തിട്ട് അവരത് പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രം സ്റ്റേറ്റ് ചെയ്താൽ മതി. അതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. ആൻഡ് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ അക്യുമെന്റ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രൊഫഷണൽ മാർക്ക് കിട്ടുന്നു അതിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? മേലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നോളജ് പാർട്ടായിരുന്നു പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ആയിരിക്കും മാർക്ക് കിട്ടുക. നോളജ് പാർക്ക് പറഞ്ഞിട്ട് അത് വെച്ച് സിനാരി എക്സ്പ്ലെയിൻ ചെയ്തതിന്. റിസ്ക് ഓരോന്നും അസസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് എന്തിനായിരിക്കും? പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആൻഡ് സ്കെപ്റ്റിസിസത്തിനായിരിക്കും. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ അക്യുമെന്റ് മാർക്ക് കിട്ടാൻ പോകുന്നത് എന്താ? ഇതുപോലുള്ള ജനറൽ റിസ്കുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്, അത് ത്രെഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ഇവിടെ ഉള്ള റെക്കമെൻഡേഷൻ പറയുന്നതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? ഒപ്പീനിയൻ അഗൈൻസ്റ്റ് ആയിട്ട് ഒരു പോയിന്റ് പറയാൻ പറ്റും. എന്തായിരിക്കും ഇവിടുത്തെ റെക്കമെൻഡേഷൻ? എന്താ? അൺമോഡിഫൈഡ് റിപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഗോയിങ് കൺസേൺ ഇഷ്യൂ ഉള്ളത് കൊണ്ടെല്ലാം അപ്പൊ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? അല്ലല്ല, നമുക്ക് ഇവിടെ ഉള്ള പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ ഒപ്പീനിയൻ മാറ്റാനോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. അതിന് റീസൺ എന്തായിരിക്കും? ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. പോസ്റ്റ് ഇഷ്യൂൻസ് റിവ്യൂ ആണിത്. അതായത് ക്ലയന്റിന് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓൾറെഡി കൊടുത്തതാണ്. ക്ലയന്റിന് റിപ്പോർട്ട് കൊടുത്ത് ഓഡിറ്റും കൺക്ലൂഡ് ചെയ്ത് വിട്ടതാണ്. ഇനി നിങ്ങൾക്ക് അവിടെ വേറെ അപ്ഡേഷൻസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോമൺ റെക്കമെൻഡേഷൻ ആയിരിക്കും. അടുത്ത വർഷത്തെ ഓഡിറ്റ് എങ്ങനെ നന്നാക്കാം എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എന്തൊക്കെയായിരിക്കും റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുക? പ്രോപ്പർ പ്ലാൻ ചെയ്യണം. ഫസ്റ്റ് ഓരോന്നിനും പറഞ്ഞു. ഓരോന്നിനും എന്താ പറയാൻ പറ്റുന്നത്? ഫസ്റ്റ് എന്ത് ചെയ്യാ? ബോബ് ന്യൂ ബോൾട്ടിന് ഇനി എന്ത് ചെയ്യാൻ പാടില്ല? ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഈ പർട്ടിക്കുലർ കമ്പനിയുടെ ഓഡിറ്റ് വർക്കിനകത്ത് ഇനി ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. അയാളോട് എന്ത് ചെയ്യാൻ പറയണം? കൂളിംഗ് ഓഫ് പീരീഡ് എടുക്കാൻ പറയണം. കൂളിംഗ് ഓഫ് പീരീഡ് കഴിയാതെ ഈ വർക്കിൽ ഇനി ഇൻവോൾവ് ആവാൻ പാടില്ല. പിന്നെ വേറെന്താ? അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മുടെ ഓരോ ഓഡിറ്റ് ടീം മെമ്പേഴ്സും നമ്മൾ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് എന്ത് കൊടുത്തിട്ടുണ്ടാവണം? ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയാം. എസ്പെഷ്യലി ആ ന്യൂലി അപ്പോയിന്റഡ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് മാനേജർക്ക് അയാൾക്ക് എന്ത് ചെയ്യാൻ പറയാം? ട്രെയിനിങ് കൊടുക്കാൻ പറയാം. ഇനി വേറെ എന്താ പറയാൻ പറ്റുന്നത്? നോൺ ഓഡിറ്റ് സർവീസ് എടുക്കാൻ പാടില്ല. നോൺ ഓഡിറ്റ് സർവീസ് ഇനി തൊട്ട് അഷുറൻസ് സർവീസസിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. അതുപോലെ തന്നെ എൻഗേജ്മെന്റ് പാർട്ട്നേഴ്സിനോട് എന്ത് ചെയ്യാൻ പറയണം? സഫീഷ്യന്റ് ടൈം ഡിവോട്ട് ചെയ്യാൻ പറയണം ഓരോ എൻഗേജ്മെന്റും പെർഫോം ചെയ്യുന്ന സമയത്ത്. പിന്നെ വേറെന്താ? ഗോയിങ് കൺസേൺ സബ്ജക്റ്റീവ് ഏരിയ
ഒരു സീനിയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. ഗോയിങ് കൺസേൺ സബ്ജക്റ്റീവ് ഏരിയാസ് അതുപോലുള്ള ഏരിയാസ് എന്ത് ചെയ്യണം, സീനിയറിനെ കൊണ്ട് പെർഫോം ചെയ്യിക്കണം. പിന്നെ അഡിക്വേറ്റ് ടൈം കൊടുക്കണമെന്ന് പറഞ്ഞു. അഡിക്വേറ്റ് ടൈം കൊടുക്കണം എന്ന് പറയാം ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യാൻ. ഇനി വേറൊരു മേജർ കാര്യം പറയാനുണ്ട്. ഇവിടെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ നടന്നിട്ടുണ്ടാവോ? പ്രീ ഇഷ്യൂൻസ് റിവ്യൂ നടന്നിട്ടുണ്ടാവോ? ഉണ്ടാവോ? ഇല്ല. കാരണം പ്രീ ഇഷ്യൂൻസ് റിവ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി ആണ് പെർഫോം ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് മിസ്റ്റേക്സ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? മേ ബി ദേ ക്യാൻ ബി ചാൻസസ് അവർ പ്രീ ഇഷ്യൂൻസ് റിവ്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആഡിക്വേറ്റ്ലി പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ തൊട്ട് എന്ത് ചെയ്യാൻ പറയണം, ഒരു എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറെ വെച്ച് പ്രീ ഇഷ്യൂൻസ് റിവ്യൂ ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? ഇതിന്റെ ഓഡിറ്റ് ടീമിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറയാൻ പറ്റുമോ ഇങ്ങനെ ഈ ഓഡിറ്റ് ടീം പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞിട്ട്? അവിടെ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ ഇല്ലല്ലോ ഓൾറെഡി. അത് നമുക്ക് പറയാം, മേലെ പറയാം, റിസ്ക് ആയിട്ട് തന്നെ പറയാം, ത്രെട്ട് ആയിട്ട് തന്നെ പറയാം, കറസ്പോണ്ടിങ്ങിൽ താഴെ സേഫ് ഗാർഡും പറയാം. ഓക്കെ, അപ്പൊ ഇത്രയായിരിക്കും നമ്മൾ ഇവിടെ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയ എല്ലാവർക്കും പ്രോപ്പർലി? ഓക്കെ, ഫൈൻ. സോ ജോസഫ് ഇവിടെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടല്ല എഴുതേണ്ടത്. നമ്മൾ എങ്ങനെയാ ഇങ്ങനെയുള്ള ഓരോ ഏരിയാസിന്റെ ആൻസേഴ്സ് എഴുതേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, ഹെഡിങ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബോബ് എന്ന് പറഞ്ഞിട്ടുള്ള എൻഗേജ്മെന്റ് പാർട്ണറിന്റെ ഹെഡിങ് കൊടുക്കുക. ആ ബോബ് എന്ന് പറയുന്ന എൻഗേജ്മെന്റ് പാർട്ണറിന്റെ ഹെഡിങ് കൊടുത്തിട്ട് അവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഉള്ളത്, ആ മിസ്റ്റേക്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം എന്നുള്ള കാര്യം പറയണം. ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ഏരിയാസ് പറഞ്ഞു പോവുക. മനസ്സിലായോ? ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നെക്സ്റ്റ് വൺ ഇപ്പം വേറെ ഏതാ, നമ്മളിപ്പോൾ ഈ ഏരിയയിൽ പറഞ്ഞാണെങ്കിൽ ഗോയിങ് കൺസേൺ ആണെങ്കിൽ ഗോയിങ് കൺസേൺ റിവ്യൂ എന്നുള്ള പറയാം, താഴെ അതിൻ്റെ ഇത് പറയാം. റെക്കമെൻഡേഷനിലെ കൺക്ലൂഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കുക, അത് പറയാം. ഇവിടുത്തെ ഓരോ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേനും റിവ്യൂ നോട്ട് പെർഫോംഡ് എന്നുള്ള കൊടുക്കുക, അല്ലെങ്കിൽ സൂപ്പർവിഷൻ റിവ്യൂ എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക. ദെൻ ഇവിടെ അതേപോലെ തന്നെ സെൽഫ് ഇൻട്രസ്റ്റഡ് എന്ന ഹെഡിങ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓരോന്ന് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? Fine. Yes, sir. And the final question. It is the 1st July 2015. You are the manager responsible for the audit of M company, a listed company, and you are in the process of completing the audit of financial statements for the year ended 31st March 2015. The auditor's report is due to be signed in next 2 weeks. The company's principal operating activities is a publication of trade and scientific journals. The draft financial statements recognize revenue of 108 million. Profit before tax പറഞ്ഞു, total asset പറഞ്ഞു. എക്സിബിറ്റിന്റെ അകത്ത് നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്? കംപ്ലീഷൻ മാറ്റേഴ്സ്, അതായത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിന്റെ സമയത്ത് റിവ്യൂവിന് ഡിസ്കവർ ചെയ്തേക്കുന്ന കാര്യങ്ങളാന്ന് പറഞ്ഞു. പിന്നെ ഒരു ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ആനുവൽ റിപ്പോർട്ടിനകത്ത് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് തന്നേക്കുന്ന സിനാരിയോസ് എന്തൊക്കെയാ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചോദിക്കുകയാണ്, കമന്റ് ഓൺ ദ കംപ്ലീഷൻ ടു ബി കൺസിഡർ മാറ്റേഴ്സ് ടു ബി കൺസിഡർ in relation to the issue described and recommend the further actions necessary before the audit report can be signed. And the question, matters to be considered and further actions. Okay, matters to be considered, further action. Evaluate for the implication of the auditor's report if no adjustments are made. Adjustments on the impact over the auditor's report on the ചോദിച്ചിട്ടുണ്ട്. അതിന് രണ്ടിനും കൂടെയാണ് കേട്ടോ 10 മാർക്സ്. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതർ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് തന്നേക്കുന്ന ചെയർമാൻ സ്റ്റേറ്റ്മെന്റിന് എക്സ്ട്രാക്ട് റിവ്യൂ ചെയ്യാനും പറഞ്ഞു. അതായത് ഇവിടെ 2 റിക്വയർമെന്റ് ഉണ്ട്. ഒന്ന്, എന്തൊക്കെയാണ് തിയറി ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചേക്കാണ് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു അതർ ഇൻഫർമേഷൻ. 2, ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് അകത്ത് എക്സ്ട്രാക്ട് റിവ്യൂ ചെയ്യാനും പറഞ്ഞു. 3 നമ്മളോട് പറയുന്നത് എന്താ, ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് അകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ എന്താണ് ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് ഒപ്പീനിയനും റിപ്പോർട്ടൊന്നും ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് അകത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താത്ത കാരണം കൊണ്ട് എന്താണ് ഇമ്പാക്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ്സ് ഗോ ത്രൂ ഈച്ച് വൺ ഓഫ് ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഫസ്റ്റ് സിനാരിയോ നോക്കാം, സെയിൽ ഓഫ് ഡിവിഷൻ. അതിനുശേഷം ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് നോക്കാം. M company is at advanced stage of negotiation to sell its scientific publishing division to a competitor. The division contributed revenue of 13 million and profit before tax of 1.4 million during the year to 31st March 2015. Draft statement agreed, which is due to be finalized by 1st August 2015, showed agreed price cost of disposal of 42 million. The division is separate CGU. None of the assets of the division are held under a revaluation policy and depreciation is charged on straight line basis over the determined useful life of the asset.
The finance director of M company has not made any disclosure with respect to the upcoming sale of financial statements for the year ended 31st March 2015, as he considers it would be next year's accounting transaction. However, the division has been written down from the carrying value of 45 million to an estimated useful life of 41 million in the financial statements for the year ended 31st March 2015. ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഏതാ സ്റ്റാൻഡേർഡ്? IFRS 5. IFRS 5 ഏതാ? Held for sale. Held for sale. Okay. പറയൂ. IFRS 5 IAS 36 വന്നിട്ടില്ല സാർ ഇവിടെ. എന്തോ? സാർ IAS 36 വന്നിട്ടില്ല, ഇമ്പയർമെന്റ് വന്നിട്ടില്ലേ? പറയാം അങ്ങോട്ട് പോവാം നമുക്ക്. ഓക്കെ. ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ പ്രകാരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻ ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ ഒരു മേജർ ലൈൻ ഓഫ് ബിസിനസ്സോ ജോഗ്രഫിക്കൽ ഏരിയയിലോ അഫക്ട് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലോ നമ്മുടെ ഒരു മേജർ ലൈൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ ഒരു കോർഡിനേറ്റഡ് പ്ലാൻ വഴി നമ്മൾ സെല് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, IFRS 5 ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കുള്ള റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? IFRS 5 റിലേറ്റഡ് റിക്വയർമെന്റ് എന്തായിരുന്നു? Asset sale വേണ്ടി available ആവണം within 12 months. അസറ്റ് ഹെൽഡ് ഫോർ സെയിലിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ശരിയല്ലേ? ഓക്കെ. എന്തായിരുന്നു മക്കളെ ക്രൈറ്റീരിയ? 12 months ഉള്ളിൽ സെയിൽ നടക്കണം. മാനേജ്മെന്റിന് ഒരു ആക്റ്റീവ് പ്ലാൻ ഉണ്ടാവണം സെല് ചെയ്യാനായിട്ട്, അല്ലെ? കമ്മിറ്റഡ് ആയിരിക്കണം സെല് ചെയ്യാൻ. പിന്നെയോ അസറ്റ് അവൈലബിൾ ഫോർ സെയിൽ ആയിരിക്കണം. ബയറിനെ ലൊക്കേറ്റ് ചെയ്യണം. ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആക്റ്റീവ്ലി പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടാവണം. പിന്നെ എന്തായിരിക്കണം? 12 months സെയിൽ വിത്തിൻ 12 monthsനുള്ളിൽ ഹാപ്പൻ ചെയ്യണം, വിച്ച് മീൻസ് സെയിൽ പ്രോബബിൾ ആയിരിക്കണം. പിന്നെ അസറ്റ് നമ്മൾ ആക്റ്റീവ്ലി എന്ത് ചെയ്യണം? മാർക്കറ്റ് ചെയ്യണം റീസണബിൾ പ്രൈസിൽ. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? ഇനി അവിടെ അതുപോലെ തന്നെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഹെൽഡ് ഫോർ സെയിലിനെ അത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അല്ലെ? പിന്നെ അപ്പം ഇത്രയും ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറയണം? എന്ത് ചെയ്യാൻ പറയുന്നത്? ഓക്കെ, ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അവരങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. ഇല്ല. എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങള്? മൊത്തത്തിലുള്ള കാര്യത്തിന്റെ അകത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു സയന്റിഫിക് ഡിവിഷനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന പ്രകാരം ഇവര് നമ്മളോട് പറഞ്ഞ എന്തായിരുന്നു? ഈ കമ്പനീനെ സംബന്ധിച്ച് they are planning to dispose of a particular area of their business. So stage of negotiation നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ് സ്റ്റേജ് ഓഫ് നെഗോസിയേഷൻ ആണ് അവർ ഓൾറെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർ ഓൾറെഡി അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് നെഗോസിയേഷനിലാണ് എന്നുണ്ടെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള ആക്റ്റീവ്ലി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് അവർ ഇയറിന് മുന്നേ തന്നെ എപ്പോൾ ചെയ്തിട്ടുണ്ടാവും? they have actively started to dispose of the particular asset. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്തായിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്? എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അവർ നമ്മുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു അവർ എന്ത് ചെയ്തിട്ടില്ല എന്ന്, ഡിസ്ക്ലോഷേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, അല്ലെ? അവര് ഒരു ഡിസ്ക്ലോഷേഴ്സും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കിപ്പോ ഫസ്റ്റ് പറയാൻ പറ്റുന്ന ഡിസ്ക്ലോഷർ എന്തായിരിക്കും? അല്ല, നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്ന റിസ്ക് എന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ആസ് പെർ IFRS 5 ഇൻ കേസ് ഇഫ് ആൻ അസറ്റ് ഈസ് ഹെൽഡ് ഫോർ സെയിൽ, കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവണം? ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടാവണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വിത്ത് റിഗാർഡിംഗ് ദ അസറ്റ് ദാറ്റ് ആർ ബീങ് ഹെൽഡ് ഫോർ സെയിൽ. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ ഹാവ് ബീൻ പ്രൊവൈഡഡ് എനി ഡിസ്ക്ലോഷേഴ്സ് ഇൻ റിലേഷൻ ടു ദ അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നെസസറി ഡിസ്ക്ലോഷേഴ്സ് ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും മെറ്റീരിയൽ എന്താവും? മിസ്സ്റ്റേറ്റഡ് ആവും. ഇനി വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? മെറ്റീരിയാലിറ്റി പറയുമ്പോൾ അത് ഏത് എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാ പറയാ? റവന്യൂനെ ബേസ് ചെയ്തിട്ടാണോ അതോ? സോറി, മെറ്റീരിയാലിറ്റി പറയുമ്പോൾ ഏത് എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്? സെയിൽ വാല്യൂ ബേസ് ചെയ്തിട്ടാണോ അല്ല അതിന്റെ റവന്യൂനെ ബേസ് ചെയ്തിട്ടാണോ പറയാ? ഫസ്റ്റ് നിങ്ങൾ പറയുന്ന സമയത്ത് മെറ്റീരിയാലിറ്റിയുടെ കഥ പറയണ്ട, കാരണം അവിടെ വാല്യൂ ഓഫ് അസറ്റിന്റെ ബേസിൽ. അപ്പൊ നമുക്ക് ടോട്ടൽ എമൗണ്ടിന്റെ ബേസിസ് മെറ്റീരിയാലിറ്റി ചെക്ക് ചെയ്യാം. പക്ഷെ ഇനി വേറെ എന്തെങ്കിലും സ്പെസിഫിക് റിസ്ക് ഉണ്ടെങ്കിൽ അതിന്റെ ബേസ് തന്നെ പറയണം. ആദ്യമേ നിങ്ങൾ പറയുമ്പോൾ എന്ത് പറയാം? ടോട്ടൽ എമൗണ്ട് ബേസിൽ പറയാം. ഇനി നമ്മുടെ ഏതെങ്കിലും സ്പെസിഫിക് എമൗണ്ട് ഉണ്ടോ ഇവിടെ പറയാനായിട്ട്? വേറെ എന്തെങ്കിലും സ്പെസിഫിക് റിസ്ക് ആയിട്ട്? ഏതായിരുന്നു? ഡിപ്രിസിയേഷന്റെ കേസ് ഇനി വരുവോ? വരില്ല, അല്ലെ? ഡിപ്രിസിയേഷൻ വരില്ല. അതല്ലാതെ ഇവർ തന്നേക്കുന്ന ട്രീറ്റ്മെന്റ് ബേസിക്കൽ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇമ്പയർമെന്റ് ഇവരുടെ കമ്പ്യൂട്ടേഷൻ അപ്രോപ്രിയേറ്റ് ആണോ? അല്ല.
എന്താ പ്രശ്നം എന്താ? തെറ്റായിട്ട് ചെയ്തിരിക്കുന്നത് അവര് സാറേ. ഇവരുടെ അസറ്റിന്റെ NRV എത്രയാ? 42. Okay, NRV is 42. Value in use? 41. 41. 41. Okay, value in use is 41. Value of asset എത്രയാ? 45. 45 million. നമുക്കറിയാം, നിങ്ങൾ അത് കൃത്യമായിട്ട് പറയാട്ടോ. ആസ് പെർ IAS 36 ഇംപേയ്മെന്റ് ഓഫ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഫെയർ വാല്യൂ ലോസ് ഉണ്ടാവും. നിങ്ങൾ എന്തിലേക്കാ റീവാല്യൂ ചെയ്യേണ്ട? ഇതിനെ റിക്കവറബിൾ റിക്കവറബിൾ എമൗണ്ട് ഓർ ക്യാരിങ് വാല്യൂ ആണ്. ആൻഡ് റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വാല്യൂ ഇൻ യൂസോ ഹയർ ഓഫ് Zero by NRV or വാല്യൂ ഇൻ യൂസ് ഓർ carrying NRV ആണ്. ഇവിടെ വാല്യൂ ഇൻ യൂസ് ആണ്, NRV ആണ് ഹയർ? NRV. NRV. കാരണം അവർ സെയിൽ പ്രൈസ് അഗ്രി ചെയ്തേക്കുന്നത് എത്രയാ? 42 million ആണ്. ഇവര് പക്ഷെ എത്രയിലേക്കാണ് അതിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തേക്കുന്നത്? 41 million. സോ വിച്ച് മീൻസ് ദാറ്റ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പം 1 million അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപെയർ ചെയ്തിട്ടുണ്ട്. അപ്പം വാല്യൂ ഓഫ് അസറ്റ് എന്താണ് ഇവിടെ ശരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആണ് ബൈ 1 million. അതേപോലെ തന്നെ നമ്മുടെ വാല്യൂ ഓഫ് അസറ്റ് അണ്ടർസ്റ്റേറ്റഡ് ആവും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അറ്റ് ദ സെയിം ടൈം പ്രോഫിറ്റും എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഏത് ഫിഗറിന്റെ ആയിരിക്കും? 1 million. 1 million ആയിരിക്കും മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, പക്ക ക്ലിയർ ആണോ? അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് പുറമെ ഇതൊരു ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അതും കൂടി പറയാമോ? അത് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഇവിടെ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? അവർ ഓൾറെഡി ആ ട്രീറ്റ്മെന്റ് ചെയ്ത് ഫെയർ വാല്യൂ റിഡക്ഷൻ നടത്തിയേക്കുന്നതിനായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി വേറെ എന്താ പ്രോബ്ലം? സാറേ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ മെറ്റീരിയാലിറ്റി നമ്മൾ എഴുതുമ്പോ ഫസ്റ്റില് അവരുടെ ആ 45, 41 ആക്കിയപ്പോ കിട്ടുന്ന ഒരു 4 million ഉണ്ടല്ലോ. 4 million ആദ്യം ഒരു മെറ്റീരിയാലിറ്റി കണ്ടിട്ട് പിന്നെ നമ്മൾ അതിനെ 1 million ആണെന്ന് ഫൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ. വാട്ട് ഹാസ് റോങ് എന്ന് പറയണ്ടല്ലോ. അപ്പൊ ആദ്യം ഒരു മെറ്റീരിയാലിറ്റി എഴുതണമെന്നുണ്ടോ? അതോ നമ്മൾ ഈ റോങ് എന്താണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മെറ്റീരിയാലിറ്റി എഴുതിയാൽ? ഇല്ല, ഇവിടെ 4 million മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണ്ട. കാരണം 4 million എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ്ലി ട്രീറ്റഡ്. അത് മിസ്റ്റേറ്റ്മെന്റ് അല്ല. നമുക്ക് ഇവിടെ മിസ്റ്റേറ്റ്മെന്റ് ഉള്ളത് 1 million മാത്രമേ ഉള്ളൂ. ശരിക്കും 4 million ഇംപേയ്മെന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എറർ കണ്ടെത്തിയിട്ട് വേണം മെറ്റീരിയാലിറ്റി കാണാൻ. അതായത് നമ്മൾ ആൻസർ എഴുതുമ്പോൾ എക്സാക്ട്ലി മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് വെന്റ് റോങ്, ഇമ്പാക്ട് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ ആൻസറിന്റെ അകത്ത് ഈ 4 എലമെന്റ് ഉണ്ടായാൽ മതി. നമ്മൾ അന്ന് പറഞ്ഞില്ല, പഠിച്ച സമയത്ത് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിനാ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ആൻസർ എഴുതി പോകുമ്പോൾ 4 കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് സെയിം പാറ്റേൺ ഫോളോ ചെയ്ത്. ബട്ട് നിങ്ങൾ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ എൻഷുർ ദാറ്റ് ഈ 4 എലമെന്റ് ഉണ്ടായാൽ മതി. മെറ്റീരിയാലിറ്റി ആദ്യം ആണെങ്കിലും അവസാനം ആണെങ്കിലും മാർക്ക് കിട്ടും. ഓക്കെ സർ. അസറ്റ് ഹെൽഡ് ഫോർ സെയിലിന്റെ കേസ് പറയുന്ന സമയത്ത് ഡിവിഷന്റെ റവന്യൂ പിന്നെ ടോട്ടൽ റവന്യൂ കമ്പയർ ചെയ്തിട്ട് മെറ്റീരിയാലിറ്റി പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്തു. മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കൺസിഡർ ചെയ്തു. ഇനി ഫർദർ ആക്ഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇവിടെ എന്തായിരിക്കും ഫർദർ ആക്ഷൻ എടുക്കാൻ പറ്റുക? Management request. The auditor should request the management to adjust the misstatement in the financial statement by reversing the amount of impairment of 1 million. പിന്നെ എന്തായിരിക്കും ചോദിക്കേണ്ടത്? Separated. And also should request them to provide adequate amount of disclosures in relation to the asset held for sale. ഇനി in case if the management is unwilling to correct the misstatement, auditor എന്ത് ചെയ്യണം എന്ന് പറയാം? ഓഡിറ്ററി കാര്യം those charged with governance ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവണം. ഓഡിറ്ററി കാര്യം those charged with governance ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം ഓഡിറ്റർ എന്ത് ചെയ്യണം? അവർ അൺവില്ലിംഗ് ആണെങ്കിൽ അവരെന്ത് ചെയ്യാം? മാനേജ്മെന്റിന്റെ റിട്ടേൺ റെപ്രസെന്റേഷൻ ആദ്യം എന്ത് ചെയ്യണം? those charged with governance കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്താണ് ഇമ്പാക്ട് ഓവർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വരുന്ന കാര്യം. എന്നിട്ടും അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചോദിക്കുക? റിട്ടേൺ റെപ്രസെന്റേഷൻ ചോദിക്കുക. അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ഇമ്പാക്ട് ഓവർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആണ്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ ഇമ്പാക്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? എമൗണ്ട് മെറ്റീരിയൽ ആണോ നോക്കുക. അറ്റ് ദ സെയിം ടൈം പെർവേസീവ് ആണോ നോക്കുക. മെറ്റീരിയലും പെർവേസീവ് ആണോ, മെറ്റീരിയലും പെർവേസീവ് അല്ലേ, ഏതാണ് ഒപ്പീനിയൻ കൊടുക്കണം നോക്കുക. കൺസിഡർ ദാറ്റ് ഇറ്റ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ് ആണെന്ന് അസ്യൂം ചെയ്യുക. പെർവേസീവ് ആണോ അല്ലയോ നമ്മൾ നോക്കുന്നത് എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് ലോസ് ആവുക, ലോസ് പ്രോഫിറ്റ് ആവുക ചെയ്തിട്ടുണ്ടോ നോക്കണം. അതിന്റെ ബേസിസിൽ എന്ത് ഒപ്പീനിയൻ കൊടുക്കുക. ഇതാണ് കേസ് എങ്കിൽ ക്വാളിഫൈഡ് കൊടുക്കുക. ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയനിൽ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള പറയാം. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. As part of your review of M company, you have also been presented to an extract from the draft chairman statement, which will be published in the annual report.
alongside the financial statements for the year. The company's results for the year are extremely positive. ഇതാണ് chairman statement. On your revenue growth is 5.9% and our profit growth is even stronger at 13.4%. All of the revenue streams have been performed well, especially the scientific publishing division. And we are looking forward to an existing sustainability growth level again next year. As you see, our auditors report, the auditors agree to results are strong and a sound basis for taking company to an even greater place next year. We have also made significant progress in social and environmental aim of reproducing carbon footprint, encouraging reuse and recycling across our division. We are proud to announce that we are now moved all our printed products to recycled paper. നമുക്ക് എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ഡേറ്റ തന്നു. അവരുടെ ഓരോ ഡിവിഷനിൽ നിന്നും സയന്റിഫിക് പബ്ലിഷിംഗിൽ നിന്നും എല്ലാം എത്രയാണ് റവന്യൂ എന്നുള്ളത്. നമ്മളോട് പറയണം, ഓഡിറ്റ് സൂപ്പർവൈസർ ഒരു നോട്ട് തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 3 of the publications of M company cells are not prepared on recycled paper. മക്കളെ നിങ്ങൾ പറ, നമ്മുടെ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മളോട് ആദ്യമേ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു അതർ ഇൻഫർമേഷൻ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. എന്താ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു അതർ ഇൻഫർമേഷൻ? റെസ്പോൺസിബിലിറ്റി എന്താ? ഓഡിറ്ററിന്റെ കമ്പനിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് കൺസിസ്റ്റന്റ് ആണോ നോക്കാം ചെയർമാൻ. എക്സാക്ട്ലി. ഏതായിരുന്നു സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചത്? പേര് എഴുതണം നിർബന്ധമില്ല, പഠിച്ചില്ല. ഏതായിരുന്നു? ISA 720 ആയിരുന്നു ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു അതർ ഇൻഫർമേഷൻ. സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ ടു റിവ്യൂ എ കമ്പനീസ് other information that are there in the company's annual report, and the auditor need to compare the other information with that of the annual report, and other information annual report in തമ്മിലുള്ള കൺസിസ്റ്റൻസി നോക്കിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻകൺസിസ്റ്റൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? അതർ ഇൻഫർമേഷൻ്റെ അകത്താണ് മിസ്റ്റേക്ക്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കണം. ഇങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ സ്റ്റാൻഡേർഡ് കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ? സോറി, സ്റ്റാൻഡേർഡ് കറക്റ്റിന് സ്റ്റാൻഡേർഡ് ഇല്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ, യാതൊരു നിർബന്ധമില്ല. സ്റ്റാൻഡേർഡ് നെയിമോ നമ്പറോ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് ചോദിച്ച് വേണ്ട എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് നെയിം എന്താന്ന്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ചെയർമാൻ സ്റ്റേറ്റ്മെന്റും അതർ ഇൻഫർമേഷനും തമ്മിൽ ഉള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തെ റിക്വയർമെന്റ് എന്തായിരുന്നു? ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ് അറൈസിംഗ് ഇൻ ദ എക്സ്ട്രാക്ട് ഫ്രം ദ ചെയർമാൻ സ്റ്റേറ്റ്മെന്റ്. ഇവാലുവേറ്റ് ചെയ്തായിരുന്നോ ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്ന എക്സ്ട്രാക്റ്റിലുള്ള മാറ്റേഴ്സ്? നിങ്ങൾ ഓരോന്നും ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അത് തെറ്റാണെ തെറ്റാന്ന് പറയാം, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കമ്പനിയുടെ ഇയർ ആൻഡ് ഗ്രോത്ത് 5.9% ആണെന്ന് പറഞ്ഞു. എങ്ങനെയാ നിങ്ങൾക്ക് അറിയാൻ പറ്റുക? മക്കളെ ഇത്രയേ ഉള്ളൂ. നോക്ക്, ഇവിടെ നിങ്ങൾക്ക് തന്നേക്കുന്ന എന്താ? അതർ ഇൻഫർമേഷൻ ആണ്. ഈ തന്നേക്കുന്ന എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നിങ്ങൾ നോക്കേണ്ടത് എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതർ ഇൻഫർമേഷനും തമ്മിലുള്ള കൺസിസ്റ്റൻസി ആണ്, അല്ലേ? അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അവർ റവന്യൂ ഗ്രോത്ത് 5.9% ആണെന്ന് തന്നു. നിങ്ങൾ എന്താ ആദ്യമേ ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷം 102 ആയിരുന്നു റവന്യൂ, പ്രാവശ്യം എത്രയായി? 108 ആയി. എത്ര പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ടെന്ന് നോക്കുക. എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആണ് വന്നേക്കുന്നത്? 5.9 തന്നെ. ഓക്കെ, ഫൈൻ. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് സെയിം ഗ്രോത്ത് ആണോ? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് സെയിം ഗ്രോത്ത് ആണ്. ഓക്കെ, ഫൈൻ. ആൻഡ് നിങ്ങളോട് പറഞ്ഞു റവന്യൂ സ്ട്രീം ഭയങ്കര നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു. നിങ്ങളോട് പറയാണ് റവന്യൂ സ്ട്രീം നല്ലതായിരുന്നു ആൻഡ് നെക്സ്റ്റ് ഇയറിൽ ഇതിലും നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. കാരണം സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷൻ ഇതിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? അല്ല, നെക്സ്റ്റ് ഇയർ ഉണ്ടാവില്ല. അപ്പോ സിഗ്നിഫിക്കന്റ് റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് സയന്റിഫിക് ഡിവിഷന് തന്നെയാണ്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഫൈൻ. നമുക്ക് പറയാൻ പറ്റുന്ന എന്താ? ഇവര് തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷൻ ആണ് നമ്മളിപ്പോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്, ശരിയല്ലേ? ഇവരുടെ മേജർ പാർട്ട് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് എവിടെ നിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്? സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷനിൽ നിന്നാണ്. ഇൻക്രീസ് വന്നേക്കുന്നതിന് ഒരു മേജർ റീസൺ എന്ത് തന്നെയാണ്? സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷനിലാണ്. കാരണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം റവന്യൂ ആണെങ്കിലും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാം കൂടിയേക്കുന്ന എവിടെയാ? സയന്റിഫിക് പബ്ലിഷിംഗ് ഡിവിഷനിൽ മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ആ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ ഇവർ പറയുന്ന ഇൻക്രീസ് ഇൻ റവന്യൂ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതൊരു ഇൻകൺസിസ്റ്റൻസിയാണ്. ഇവർ അപ്രോപ്രിയേറ്റ്ലി അപ്പൊ അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു മെൻഷനിങ് കൊടുക്കാൻ പറ്റില്ല. കറണ്ട് ഇയറിൽ അവർക്ക് പെർഫോം ചെയ്തു എന്ന് പറയാം, പക്ഷെ നെക്സ്റ്റ് ഇയറിൽ കൺസിസ്റ്റൻസി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം. അത് റിമൂവ് ചെയ്യണം എന്ന് പറയാം. ഇനി അടുത്ത എന്താ പ്രോബ്ലം? നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് ഓഡിറ്റർ അവരുടെ റിസൾട്ട്സ് സ്ട്രോങ് ആൻഡ് സൗണ്ട് ബേസിസിൽ കമ്പനിയുടെ
മാരകമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആൻഡ് അവരോട് കൂടെ പറയുന്നത് the auditors agree that our results are strong and a sound basis for taking company to even a greater place next year. അടുത്ത വർഷം ഓഡിറ്റർ പറയുകയാണ് അടുത്ത വർഷം നിങ്ങൾ വേറെ ലെവലിലേക്ക് പോകുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എഴുതി കൊടുക്കാറുണ്ടോ? ഇല്ല. ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഓഡിറ്റർക്ക്? ഇല്ല. നമ്മൾ എന്താ പറയുന്നത്? ഓഡിറ്റർ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും എന്തിന്റെ മേലെ മാത്രമായിരിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മേലെ മാത്രമായിരിക്കും. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആണെന്നുള്ളത് മാത്രമായിരിക്കും പറയുന്നുണ്ടാവുക. ഓഡിറ്റർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഷുറൻസ് കൊടുത്തു എന്ന് പറഞ്ഞ് ക്ലയന്റിന് കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അത് എന്ത് ചെയ്യണം എന്ന് പറയാം? റിമൂവ് ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയോ? Is that clear, everyone? Yes, sir. Yeah. We have also made significant progress in social and environmental aim of reducing our carbon footprint, encouraging reuse and recycling across our divisions. We are proud to announce that we have now moved to all printed products recycled paper. അവർ പറഞ്ഞു അവര് കൂടുതൽ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാണ്, കാർബൺ ഫുട് പ്രിന്റ് ഒക്കെ കുറയ്ക്കുകയാണ്. അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യാൻ അവർ അവരുടെ റീസൈക്കിൾഡ് പേപ്പർ മൊത്തം വെച്ചിട്ടാണ് അവരുടെ എല്ലാ പ്രിന്റഡ് പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? അല്ല. കാരണം എന്താ? താഴെ നമുക്ക് ആ ഓഡിറ്റ് സൂപ്പർവൈസർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ എന്താന്ന്, അവരുടെ അറ്റ്ലീസ്റ്റ് 3 പബ്ലിക്കേഷൻ എങ്കിലും കംപ്ലീറ്റ്ലി എന്തല്ല എന്ന്, റീസൈക്കിൾഡ് പേപ്പർ അല്ല എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അവരെ പറഞ്ഞേക്കുന്ന ആ കാര്യം കൺസിസ്റ്റന്റ് ആണോ? അല്ല. ഓഡിറ്ററിന്റെ ഫൈൻഡിങ്സുമായിട്ട് അതും കൺസിസ്റ്റന്റ് അല്ല. കാരണം അവരിപ്പോഴും എന്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അവർ ആ റീസൈക്കിൾഡ് പേപ്പറിലല്ല പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എ ഫെയർ ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് അല്ല, ജസ്റ്റ് ഫെയർ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത്രയാണ് ചെയർമാൻ സ്റ്റേറ്റ്മെന്റിലുള്ള മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ആ റവന്യൂ ഗ്രോത്തിന്റെ കാര്യം പറയാ, ഓഡിറ്ററിന്റെ കാര്യം പറയാ, ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇസ് എ ക്ലിയർ എവരിവൺ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അത് നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് മാരകം എന്നുള്ള ബേസിസ് വിട്ട് കളയല്ലേ. നോക്കിയേ, നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും അവിടെ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ്ങിൽ ഓപ്പോസിറ്റ് ഉള്ള ഇൻഫർമേഷൻ താഴെ തന്നിട്ടുണ്ട്. ഒറ്റ കാര്യത്തെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഇവിടെ എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം, അല്ലേ? ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതർ ഇൻഫർമേഷൻ തമ്മിൽ കൺസിസ്റ്റൻസി നോക്കുക എന്നുള്ളതാണ്. നമ്മളൊരു എക്സാമ്പിൾ ഒക്കെ വെച്ച് സ്റ്റാൻഡേർഡ് പഠിച്ചല്ലായിരുന്നു ഇത്. ഓക്കെ. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞേക്കാണ്, ഇവിടെ ചേഞ്ചസ് ഒന്നും ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വരുത്തിയിട്ടില്ലെങ്കിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് വരുന്ന ഇമ്പാക്ട് എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു. റിപ്പോർട്ടിംഗ് ഇതിന്റെ എങ്ങനെയായിരുന്നു? ഇതിന്റെ റിപ്പോർട്ടിങ്, അതർ ഇൻഫർമേഷൻ റിപ്പോർട്ടിംഗ് എങ്ങനെയാ? അതർ ഇൻഫർമേഷന്റെ റിപ്പോർട്ടിംഗ് എങ്ങനെയായിരിക്കും? അതർ ഇൻഫർമേഷൻ സെക്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പറയുമ്പോൾ നിങ്ങൾ ഇംപ്ലിക്കേഷൻ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അല്ലേ? അപ്പം ഓഡിറ്റിന്റെ അകത്ത് എന്ത് ഇംപ്ലിക്കേഷൻ വരുന്നതെന്നും പറയണം. എന്തായിരിക്കും നിങ്ങൾ ചെയ്യാം? ആദ്യം എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു? മാനേജ്മെന്റും ദോസ് ചാർജ് വിത്ത് ഗവർണൻസുമായിട്ട് എന്ത് ചെയ്യണം? ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് എന്താണോ മിസ്റ്റേക്ക് ഇൻ അതർ ഇൻഫർമേഷൻ വന്നേക്കുന്നത്, അതർ ഇൻഫർമേഷനകത്ത് വന്നേക്കുന്ന മിസ്റ്റേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറയണം? ആദ്യമേ കറക്റ്റ് ചെയ്യാനായിട്ട് പറയണം, അല്ലേ? ആൻഡ് അതർ ഇൻഫർമേഷനകത്തുള്ള മിസ്റ്റേക്ക് മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യാൻ ബില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിം കാര്യം നമ്മൾ ദോസ് ചാർജ് വിത്ത് ഗവർണൻസിന്റെ അടുത്ത് പറയണം. ദോസ് ചാർജ് വിത്ത് ഗവർണൻസിനോട് എന്ത് ചെയ്യാൻ പറയാം? കറക്റ്റ് ചെയ്യാൻ പറയാം. അവരും കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയാം? എന്താണ് ഇംപ്ലിക്കേഷൻ ഓവർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവരുടെ അടുത്ത് പറയണം. അവരുടെ എന്ത് ചെയ്യണം? റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കണം. അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റുമായിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഫൈനലി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറയാം. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒപ്പീനിയന്റെ അകത്ത് നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഒപ്പീനിയന്റെ അകത്ത് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ഓൺലി അബൌട്ട് ആൻ ഒപ്പീനിയൻ ഓൺ ദി കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഒപ്പീനിയന്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഫൈനലി എവിടെയായിരിക്കും റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? അതർ ഇൻഫർമേഷൻ പാരഗ്രാഫിന്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യുക. നിങ്ങൾ പറയാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതർ ഇൻഫർമേഷൻ തമ്മിലുള്ള ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അതിന് ഇൻകൺസിസ്റ്റൻസീസ് എന്തൊക്കെ കാര്യങ്ങളിലാണെന്നുള്ളതും സ്പെസിഫൈ ചെയ്യണം. ക്ലിയർ ആയോ? ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഉള്ളത്. ക്ലിയർ ആണോ പ്രോപ്പർലി എല്ലാവർക്കും? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ്സ് റിവ്യൂ ചെയ്ത് കിട്ടുന്നുണ്ടാവും ഓൾറെഡി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ഈ വീഡിയോസ് അപ്ലോഡഡ് ആയിരിക്കും. സോ യു ക്യാൻ വാച്ച് ഇറ്റ് എനി ടൈം. ആൻഡ് അഗെയിൻ ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ആൻഡ് സപ്പോസ് എങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലാണ് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു ഗോ ത്രൂ ദ ആൻസർ യു ക്യാൻ ജസ്റ്റ് ഡു വൺ തിങ്. ACCA സ്പെസിമെൻ എക്സാം സെപ്റ്റംബർ 2022 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി AAA. സോ യു ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ഇൻ ഫ്രം ACCA വെബ്സൈറ്റ്. ACCA വെബ്സൈറ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. ACCA ആക്ച്വലി നമുക്ക് ഈ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഇഷ്യൂ ചെയ്ത് തന്നിട്ടുള്ളൂ. ദാറ്റ് ഇത്
2020 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2020 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് എലമെന്റ്സ് എടുത്തു മാറ്റി. അതായത് പുതുതായിട്ട് ഇതിൻ്റെ അകത്തൊന്നും വന്നിട്ടില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് കുറെ ഭാഗങ്ങൾ എടുത്തു കളഞ്ഞു. എന്നിട്ട് അവർ ആ പുതിയ മാർക്കിങ്ങിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പുതിയ പാറ്റേൺ ഓഫ് എക്സാമിനെ കുറിച്ച് ക്ലിയർ പിക്ചർ കിട്ടും. അപ്പൊ അത് മതി. അപ്പൊ ഇനി കൂടുതലും നിങ്ങൾ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫോക്കസ് ചെയ്യണ്ട. കാരണം ലിറ്ററലി പറഞ്ഞ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പഴയ സിലബസിലാണ്. അതായത് നമ്മുടെ 47 മാർക്സിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവില്ല. സോ ബെറ്റർ യു ക്യാൻ പ്രാക്ടീസ് ഓൺ ദ മോസ്റ്റ് ലേറ്റസ്റ്റ് റിവിഷൻ കിറ്റ്. ആ പുതിയ ലേറ്റസ്റ്റ് റിവിഷൻ കിറ്റിന്റെ അകത്തും ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ഗ്രൂബറൊക്കെ നമ്മൾ ചെയ്തതായിരുന്നു. അതിൻ്റെ അകത്തും ഇനി ചെയ്യാനുള്ളത് പഴയ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇഫ് യു ഹാവ് ടൈം പ്ലീസ് എൻഷുർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ദ അതർ ക്വസ്റ്റ്യൻസ് ആസ് വെൽ. ബട്ട് ഇനിയും ആരെങ്കിലും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടെങ്കിൽ സ്പെസിഫിക്കലി വിത്ത് റിഗാർഡിംഗ് ദ സ്റ്റാൻഡേർഡ്സ് അങ്ങനെ ഏതെങ്കിലും ഉള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ തീർക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? പ്രീ മോക്ക് എക്സാം എന്ന് പറയുന്ന ഒരു അതിന്റെ അകത്തില്ലായിരുന്നു? സോറി, CBC പ്ലാറ്റ്ഫോമിലെ ഒരു പ്രീ മോക്ക് എക്സാം എന്ന് പറയുന്നത് CB പ്ലാറ്റ്ഫോമിലുള്ള ഇതുണ്ട്. പക്ഷെ അതും ഓൾറെഡി ഉള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മുടെ കിറ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം നെയിം വ്യത്യാസമുണ്ട് കമ്പനിയുടെ. കിറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കിറ്റായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ഇനി CB പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. പക്ഷെ അത് ഇന്ന് ചെയ്യണം എന്നില്ല, അത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ചെയ്താൽ മതി. എല്ലാ റിവിഷൻസും കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അത്. സോ ദാറ്റ് എങ്ങനെയാണോ ആക്ച്വൽ എക്സാം എഴുതുന്ന സെയിം ഇഫക്റ്റീവിൽ തന്നെ എഴുതാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു കാര്യം, സ്പെസിമെന്റെ വാല്യുവേഷനിൽ സാർ മാർക്ക് ഇട്ട് തരുന്നുണ്ടോ അതോ ജസ്റ്റ് എന്താണ് റിവ്യൂ കമന്റ്സ് എന്നുള്ളതാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അപ് ടു ഇത്ര സ്പെസിഫിക് മാർക്കാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ എഴുതിയതിന്റെ അകത്ത് മിസ്റ്റേക്ക് ഉള്ളത് അത് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അതല്ല സാർ ഇത് വാല്യൂ ചെയ്ത് തരുന്ന പറഞ്ഞില്ലേ സ്പെസിമെൻ നമ്മളിപ്പോ എഴുതിയത് ഇന്നലെ എഴുതിയത്, അതിൽ മാർക്ക് ഇട്ട് തരുന്നുണ്ടോ? പെർ പോയിന്റ്സിന് മാർക്ക് ഉണ്ട്, ടോട്ടൽ മാർക്കായിട്ട് ഇടുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. അല്ല ഇപ്പൊ ഒരു കമന്റ് വന്നിരുന്നേ വാട്സാപ്പിൽ, പക്ഷെ അതിൽ ജസ്റ്റ് ഒരു വോയിസ് മാത്രമേ വന്നുള്ളൂ, അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ ഫൈൻ. ഇനി അതേപോലെ തന്നെ ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. whenever you are revising the areas, ensure that നിങ്ങൾ തിയററ്റിക്കൽ ഏരിയാസ് റിവൈസ് ചെയ്യണം. കാരണം ഞാൻ ലാസ്റ്റ് ഡേ ഓഫ്ലൈൻ ക്ലാസ്സസിലും വെച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് അൺലെസ് നിങ്ങളിപ്പം ആ ഒരു തിയററ്റിക്കൽ ഏരിയാസ് റിവൈസ് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആ ക്വസ്റ്റ്യൻസിനകത്ത് എന്തൊക്കെ മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും തിയററ്റിക്കൽ ഏരിയാസ് റിവൈസ് ചെയ്യുക, എന്നിട്ട് ആ തിയറി ഏരിയയുടെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ടെൻഡറിംഗിന്റെ തിയറി പഠിച്ചിട്ട് ടെൻഡറിംഗിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ. PFIയുടെ പോയിന്റ്സ് നിങ്ങൾ പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കിയിട്ട് PFIയുടെ ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ. അപ്പൊ എപ്പോഴും ആ ഒരു ബേസിസ് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് വി വിൽ ബി ഹാവിംഗ് a revision class day after tomorrow, again one more revision class whereby we will be going through all the topics of the total syllabus. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് അല്ല പ്രാക്ടീസ് ചെയ്യുന്ന പകരം എന്തൊക്കെയാണ് ഓരോ ആൻസേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയായിരുന്നു ഓരോരുത്തർ മാർക്ക് വീഴാനുള്ള പോയിന്റ്സ്, ഇതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ എവരിവൺ പ്ലീസ് ഡു അറ്റൻഡ് ദാറ്റ് വൺ ഓൾസോ. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ സർ. ഇപ്പൊ ഫോർ ദ ടൈം ബീങ് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഡെഫിനറ്റ്ലി വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ഡേ സെഷൻ. ഓക്കെ, ആർട്ടിക്കിളിന്റെ വീഡിയോ മാത്രമല്ലേ കാണാനുള്ളൂ നമുക്ക്? ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ വീഡിയോ മാത്രമാണ് അഡീഷണലി കാണാനായിട്ടുള്ളത്. ഓക്കെ, ടെക്നിക്കൽ ആർട്ടിക്കിൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട് ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ ആ വീഡിയോസ് കൂടെ കാണാൻ എല്ലാവരും. ഓക്കെ, അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് ISQM. വളരെ സിമ്പിൾ സ്റ്റാൻഡേർഡ് ആണ്, മാരകമായ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് എന്റെ വീഡിയോ കാണുന്നതിന് പുറമെ ഒന്ന് വായിക്കുകയും കൂടെ ചെയ്യണം എല്ലാവരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ആൻഡ് ഐ ഹവ് ഡിഡ് ദാറ്റ് വീഡിയോ കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാലും മതി. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. So thank you so much. Bye. Thank you, sir. Okay sir, bye. Bye. Thank you sir.